കർത്താവിൻ്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ ആത്മീയ സംഗമത്തിന് ആവലോടെ കടന്നു വന്നിരിക്കുന്ന വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ശ്രേഷ്ഠന്മാരായ അപ്പോസ്തലന്മാരായ കർത്തൃദാസന്മാരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്രമേയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ രണ്ടാമത്തെ ദിവസം കടന്നു വന്ന നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. വളരെ ട്രാഫിക് ജാമായ ഒരു ദിവസമാണെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ട്രാഫിക് വളരെ ജാമായിട്ടും ഇവിടെ വരുവാൻ സന്മനസ് കാണിച്ചത് മാത്രമല്ല, ഇവിടെ വരണമെന്നുള്ള ചിന്തയോടെ വന്ന ദൈവമക്കളെ ഓർത്ത് സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന വിഷയം പുറകിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ദ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. വളരെ ആഴമായി പഠിക്കേണ്ട അർത്ഥസമ്പുഷ്ടമായ കാര്യമാണ്. ക്രിസ്ത്യൻ ലൈഫല്ല, വിജയകരമായ ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്ത്യം വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭയുടെ ഒടുവിലത്തെ നാളുകളിലാണ് ഈ യോഗം. അതെവിടെയും പറയുന്നതിൽ ഒരിക്കൽ കൂടി പറയാം. വിശേഷാൽ ഈ സെപ്റ്റംബർ വളരെ പ്രധാനപ്പെട്ട 2 ലോക സംഭവങ്ങൾ നടക്കുവാൻ പോവുകയാണ്. അത് നമ്മളെ കർത്താവ് അനുവദിച്ചാൽ വ്യാഴാഴ്ച അല്പമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ഈ ലോകം വേറൊരു ഭരണ സംവിധാനത്തിൽ വരുന്നതിൻ്റെ സൂചന ഈ സെപ്റ്റംബറിൽ നടക്കുമെന്ന് പ്രവചിച്ചത് രാഷ്ട്രീയമായും മറ്റും നടക്കുന്ന ഒരു മാസത്തിലാണ് നമ്മൾ തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയത്തെക്കുറിച്ച് ഇന്നലെ വരാത്തവർക്ക് വേണ്ടി മാത്രം ഒന്ന് ഓടിച്ചു പറയുകയാണ്. പലരും ധരിച്ചിരിക്കുന്ന വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അല്പം ധനം സമ്പാദിക്കുക, സുഖ സൗകര്യങ്ങളിൽ വളരുക, നല്ലൊരു സെറ്റപ്പ് ഉണ്ടാക്കുക എന്നെല്ലാമാണ്. അതെല്ലാം നല്ലത് തന്നെയാണ്, അതൊന്നും തെറ്റല്ല, അതെല്ലാം ആവശ്യമാണ്. എന്നാൽ അത് എല്ലാം പടിഞ്ഞാറുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പറ്റൈസർ മാത്രമാണ്. ശരിക്കുള്ള ഭക്ഷണം പുറകെ വരുന്നതേ ഉള്ളൂ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പൂർവ്വകാലത്ത് നമ്മുടെ കേരളത്തിലെ മലയാളികളുടെ ഭക്ഷണത്തിന് ഇലയിലാണല്ലോ ചോറ് വിളമ്പുന്നത്. ഇലയിൽ ചോറ് വിളമ്പുമ്പോൾ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആദ്യമേ വിളമ്പുന്നത് കറിയൊന്നുമല്ല, ഇലയുടെ ഇടത്തുവശത്തെ മുകളിലത്തെ അറ്റത്ത് ഒരല്പം ഉപ്പ് വെക്കും. അതെന്തിനാണെന്ന് അന്നും ഇന്നും പലർക്കും അറിയാൻ മേല. അനേകരെ, വിശേഷാൽ സഹോദരിമാരൊക്കെ ധരിച്ചിരിക്കുന്നത് കറിക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിവിടെ ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കണം എന്നാണ്. അതിനൊന്നുമല്ല. അന്ന് ഉപ്പ് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചെന്നാൽ അതൊരു സിമ്പലാണ്. ഉപ്പ് വെച്ചാൽ ഓർത്തോണം, ഊണ് എല്ലാം കഴിയുമ്പം വയറ്റിൽ അല്പം സ്പേസ് ഇട്ടേക്കണം, ഇലയിൽ അല്പം ചോറും വെച്ചേക്കണം. കാരണം ഒടുവിൽ തൈരും പാനിയും എല്ലാം കൂടെ കൂട്ടി പഴമെല്ലാം കൂടെ ചേർത്ത്, ഇന്നത്തെ ഐസ്ക്രീമിൻ്റെ വല്യപ്പനാതെ പ്രൈസ് ലോർഡ്, ഒരു പരിപാടിയുണ്ട്. അതിന് വയറ്റിൽ സ്ഥലവും ഇട്ടേക്കണം, ഇലയിൽ ചോറും വെച്ചേക്കണം. നമ്മൾ ഉപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഊണ് കഴിയുമ്പോൾ തൈരും പാനിയും ഉണ്ടെന്നാണ്. അപ്പോൾ ഉപ്പല്ല ഭക്ഷണം, തൈരും പാനി. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്, അതെല്ലാം ഒരു ഉപ്പ പുറകെ വരുന്നു. ശരിക്കുള്ളത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്ന പോലെ കാണുവാൻ അവനോട് സദൃശ്യന്മാരാകുന്ന, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ദൈവമക്കൾക്ക് കിട്ടാൻ പോകുന്ന 7 അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾക്ക് വരുന്ന 7 വ്യത്യാസങ്ങൾ നമ്മൾ തിരുവചനത്തിൽ ചിന്തിച്ചു. അതാണ് നമ്മൾ. എന്നാൽ അത് പ്രാപിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം. അതിനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ കയറുകയാണ്. അത് നമ്മൾക്കെതിരുകളുണ്ട്. ഇതിനെ എങ്ങനെ നേരിടാം, ഹൗ വി ഷുഡ് ഫേസ്, ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എങ്ങനെയാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെയൊക്കെ നേരിടുന്നത്? ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനെ നേരിടുവാൻ ദൈവമക്കൾക്ക് 3 പ്രത്യേകതയുണ്ട്. ദൈവമക്കൾക്ക് 1, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും കാണാനല്ല, ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. അതോറിറ്റി, പ്രൈസ് ദി ലോർഡ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല അധികാരങ്ങളെയും കണ്ടു വഴുതിപ്പോകാനല്ല, ഡിവിയേറ്റ് ചെയ്യാനല്ല, മാറിപ്പോകാനല്ല, അതിനെ ചവിട്ടുവാൻ അധികാരം. 2, നിങ്ങളിൽ ഉള്ളവർ ലോകത്തിൽ ഉള്ളവനേക്കാൾ, ലോകത്തിൽ ഒരുവനുണ്ട്, അവനേക്കാൾ വലിയവൻ അകത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. 3, നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. ഈ 3 കാര്യങ്ങളാണ് നമ്മളെ ഈ പ്രതികൂലങ്ങളിൽ നമ്മൾ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ്.
ഒരിക്കലും ആരും പരാജയപ്പെടാനല്ല. പ്രശ്നങ്ങളുണ്ട്. നമ്മളതിലേക്ക് വരുന്നേ 5-6 കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ലോകം, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിൽ ദുഷ്ടനുമായിട്ട് ബന്ധമില്ലാത്ത അവന്റെ പവറിന് എതിരായി നിൽക്കുന്നവരുടെ പേരാണ് ക്രൈസ്തവർ. വചനപ്രകാരമുള്ള ക്രൈസ്തവർ. അവർക്ക് അവന്റെ ശക്തിയിൽ നിന്നും ഒത്തിരി പ്രതികൂലങ്ങൾ വരും. അതിനെ നമ്മൾ ജയിക്കണം. ഇന്നലെ നമ്മൾ വായിച്ചു കേട്ടു, വെളിപ്പാട് പുസ്തകത്തിലെ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ആലയത്തിൽ തൂണാക്കും, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്നായ. നോക്കിക്കേ, പരീക്ഷ എഴുതിയവനല്ല, ജയിക്കുന്നവനും. സ്തോത്രം. നമ്മൾ ജയിക്കാനുള്ളവരാ. ഈ ലോകം നമുക്കെതിരെ വരുമ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കണം? ഈ ലോകം നമുക്ക് വരുമ്പോൾ ഒരു വഴിയോര കച്ചവടക്കാരുണ്ട്. അതാണ് നമ്മൾ അനേകർ വീഴുന്ന അവിടെയാണ്. നമ്മളതിലേക്ക് വരികയാണ്. ലോകത്തിൽ വഴിയോര കച്ചവടക്കാരുണ്ട്. നമ്മളെ വീഴിക്കാൻ 1980-കളൊക്കെ വരുമ്പോൾ ദുബൈയിൽ മുഴുവൻ വഴിയോര കച്ചവടക്കാരെ ഇപ്പോഴാണ് മാറ്റിയത്. പ്രൈസല്ലോ. അന്ന് നടക്കാനൊക്കെ അതില്ല, മുഴുവൻ ഫുട്പാത്ത് ബിസിനസ്സാണ് നടക്കുന്നത്, ഇല്ലേ? ഇന്നുകൊണ്ട് ഞാൻ ഇംഗ്ലണ്ടിൽ കണ്ടു, അവിടെ ഒരു പാകിസ്ഥാൻ പഞ്ചാബ് സീറ്റുണ്ട്, ഒരു സ്ട്രീറ്റ് ഉണ്ട്, അവിടെ മുഴുവൻ വഴിയോര കച്ചവടമാണ്. പച്ചമീൻ മുതൽ സൂട്ട് കേസ് വരെ കിട്ടും. ഒരു കടയിലും കയറണ്ട, വഴിയോരത്തിൽ ഇങ്ങനെ മേളിൽ ഷീറ്റൊക്കെ ഇട്ട് കച്ചവടം. വഴിയോര കച്ചവടക്കാരി സാത്താൻ്റെ അധീനതയിൽ കിടക്കുന്നവർ ലോകത്തിലുണ്ട്. അവർ നമ്മളെ വീഴിക്കാൻ, നമ്മളെ ശ്രദ്ധിക്കാൻ പോവുക. അപ്പോൾ അതിനാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 26 വാക്യം ദേവദാസനെ വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 26:41. 26:41. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആ കർത്താവ് പറഞ്ഞ വാക്യം കേട്ടോണം. പരീക്ഷയ്ക്കപ്പെടാതിരിപ്പാനല്ല, പരീക്ഷ ഉണ്ടാകും, അതൊരു ട്രാപ്പായിട്ട് അതിൽ വീഴാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിക്കുക. പരീക്ഷ ആർക്കും വരും. കർത്താവിന് വന്നില്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം ഒരേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒന്ന് വായിച്ചേ, രണ്ടുപേരും വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. സ്നാനപ്പെട്ട ഉടനെ കർത്താവിനുണ്ടായ അനുഭവം കൺവെൻഷനെ പ്രസംഗിക്കുകയല്ല ചെയ്തത്, 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുകയല്ല ചെയ്തത്. സ്നാനം കഴിഞ്ഞ ഉടനെ കർത്താവിൻ്റെ ആ പരസ്യ ശുശ്രൂഷ അങ്ങോട്ട് ആരംഭിക്കാൻ പോവുക. വായിച്ചാട്ടെ, മത്തായിയുടെ സുവിശേഷം 4, ലൂക്കോസിന്റെ സുവിശേഷം 4. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. യേശുവിന് പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോവുക, മരുഭൂമിയിലേക്ക് നടത്തി. ഇനിയും അടുത്ത ലൂക്കോസിന്റെ 4 വായിച്ചേ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി he returned from Jordan source with the power of Holy Spirit. അടുത്ത വാക്യം. ആത്മാവ് അവനെ ലീഡ് ചെയ്ത് എങ്ങോട്ടാ? മരുഭൂമിയിലേക്ക് നടത്തിയപ്പോൾ കർത്താവിന് പരീക്ഷ വന്നെങ്കിൽ നമുക്കും പരീക്ഷ വരും. പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. അതായത് പരീക്ഷയാകുന്ന ട്രാപ്പിൽ ഞങ്ങൾ വീഴാതെ ഞങ്ങൾ രക്ഷപ്പെടണം. പരീക്ഷ ഞാൻ ചെറുപ്പത്തിൽ ഓർത്തി പരീക്ഷയില്ലാതെ ജയിക്കാവുന്ന 1-ാം ക്ലാസ്സിലൊക്കെ ഇത് പഠിപ്പിച്ചപ്പം ഈ പ്രാർത്ഥന പഠിപ്പിച്ച് ഓർത്തെ നല്ലപോലെ പ്രാർത്ഥിച്ചാൽ പരീക്ഷയ്ക്ക് എഴുതണ്ട. അങ്ങനെയല്ല, പരീക്ഷ എന്ന് പറഞ്ഞ ട്രാപ്പിനകത്ത് വീഴാതെ അക്കരെ കയറണം. പരീക്ഷ ആർക്കും ഉണ്ടാകും. പരീക്ഷയിൽ നമ്മൾ വീഴാതിരിക്കാൻ നോക്കണം. പല വിധത്തിലുള്ള പരീക്ഷ. നമ്മളായിട്ട് പരീക്ഷ ഉണ്ടാക്കരുത്. ഇന്ന് നിൽക്കുന്ന ലോകത്തിൽ ധാരാളം പരീക്ഷയുടെ മാർഗങ്ങളുള്ളതാണ്. നിങ്ങൾ നിൽക്കുന്ന ഒരു ടെക്നോളജിയുടെ ലോകത്തിലാണ്. ടെക്നോളജി ഉപയോഗിക്കുന്നവരാ ഇവിടെ ഇരിക്കുന്നവർ അധികവും. ടെക്നോളജി കൈകാര്യം ചെയ്യാതെ ജീവിക്കാൻ ഒക്കത്തില്ല. അതൊക്കെ വളരെ കറക്റ്റാണ്. അതെല്ലാം എൻ്റെ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമാകാതെ സൂക്ഷിക്കേണ്ട ചുമതല എനിക്കാണ്. ഈ ലോകത്തിൻ്റെ വരെ ഇന്നത്തെ സിസ്റ്റം ഇന്റർനെറ്റ് വേൾഡാണിത്. എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിൽ കൂടെ നടക്കും. അത് നല്ല സൗകര്യമല്ലേ? ഇന്റർനെറ്റും ഇമെയിലും മൊബൈലും ഇല്ലാത്തൊരു ലോകമില്ല. ഓക്സിജൻ ഇല്ലാതെ വേണം ജീവിക്കാം, മൊബൈൽ ഇല്ലാതെ പലർക്കും ജീവിക്കാൻ മേലാത്തൊരു കാലം. അങ്ങനത്തെ ഒരു സിസ്റ്റം വന്നു. അപ്പോൾ അത് നമ്മളെ പരീക്ഷയിൽ വീഴിക്കാതിരിക്കാൻ നോക്കണം. ഞാൻ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ പരീക്ഷ വരുന്നത് കേട്ടുകൊള്ളുക. പഴയ കാലത്ത് തിരുവചനം എഴുതിയിരുന്ന പാച്ച്മെന്റ് എന്ന് പറയും. നദീതീരത്തുണ്ടായിരുന്ന പ്രത്യേക ചെടികൾ എടുത്ത് അതിൻ്റെ തോട് തല്ലി ചതച്ച് അതുകൊണ്ട് പൾപ്പ് പോലൊരു സാധനം ഉണ്ടാക്കി സൂചി കൊണ്ടാണ് തിരുവചനം എഴുതുന്നത്.
അത് ഭയങ്കര വെയിറ്റാ. മത്തായിയുടെ സുവിശേഷം മാത്രം കൊണ്ടു നടക്കണ 20 പൗണ്ടാ തൂക്കം. ഇത് മത്തായിയുടെ സുവിശേഷം കൊണ്ട് വത്സ സിസ്റ്റർ ഇങ്ങോട്ട് വരണേ, പുള്ളിക്കാരത്തെ കൊണ്ട് ചെറുപ്പമായിത്തി പറ്റും, പ്രായമായ ഒക്കത്തില്ല, കാരണം 20 പൗണ്ടും കൊണ്ട് വരണം. അപ്പൊ അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ബുദ്ധി വികസിച്ചപ്പം കണ്ടുപിടിച്ചു തോൽ ചുരുൾ. സെക്കൻഡ് ലെയർ തോൽ ചുരുള. മൃഗങ്ങളുടെ തോല് ടാൻ ചെയ്ത് പ്രത്യേക ഫോമിലാക്കി അതിനകത്തെഴുതി ലേഖനങ്ങൾ. അതാ ചാവുകടൽ ചുരുളുകളൊക്കെ നമ്മൾ പറയുന്നത്. ഒറിജിനൽ പാച്ച്മെന്റാ, അത് കഴിഞ്ഞ് ചുരുളായി. അത് കഴിഞ്ഞ് കാലം പുരോഗമിച്ചപ്പോൾ 66 ലേഖനവും കൂടെ ഒരൊറ്റ പുസ്തകത്തിലാക്കി കൈ കിട്ടി, വേദപുസ്തകം, സത്യവേദപുസ്തകം. അപ്പോൾ ഒരു അച്ചായം പറയാം, ഇത് ശരിയല്ല, ഇത് പരിഷ്കാരം മൂത്ത് പുസ്തകത്തിലാക്കി തിരുവചനം പഴയ വാച്ച്മെന്റാന്ന് പറഞ്ഞാൽ പ്രായോഗികമാണോ? അല്ല. നോക്കിക്കേ, പരീക്ഷ വരാൻ പോകുക. എന്നാൽ ഇന്ന് അതും മാറി, കയ്യിലിരിപ്പുണ്ട് സംഗതി അല്ലേ. ഒരു വെയിറ്റും ഇല്ല, ഒന്നുമില്ല. പോക്കറ്റിൽ പാൻസിന്റെ പുറകിൽ ഇത് നിൽക്കും. പരീക്ഷ വരുന്ന കേട്ടോ പറയാനേട്ടാ, ഒരു തെറ്റുമില്ല, കൊണ്ടുനടക്കാൻ വളരെ സൗകര്യമാണ്. പാൻസിന്റെ പുറകിലത്തെ പോക്കറ്റ് വെക്കാം, പെമ്പിള്ളയുടെ വാനിറ്റി ബാഗിൽ ഒതുങ്ങും, ഉടൻ സംഗതി എടുത്തിങ്ങ് വരും അല്ലേ. ഗുഡ്. പരീക്ഷയിലാകപ്പെടരുത്. ഞാൻ 2-3 മാസം ഒരിടത്ത് പ്രസംഗിക്കുക, ഇതിനേക്കാൾ ഒരു ഡബിൾ ആളുള്ളൊരു മീറ്റിംഗ്. വാക്യം വായിക്കുന്നത് ഇതുപോലെ അച്ചായൻ ഒരു പെങ്കൊച്ച കോളേജിൽ പഠിക്കുന്നവളാ. അവിടെ ശബ്ദം എന്നതാ, 2 മണി മുഴങ്ങുന്ന പോലെ. എടുക്കുന്ന സ്പീഡോ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം പറഞ്ഞില്ല, അതിന് മുമ്പേ അവൾ പറഞ്ഞു കഴിഞ്ഞു. കൈസറിയയിൽ ഇത്താലിക്ക എന്ന പട്ടണത്തിൽ എന്നാ സ്പീഡോടാ പൊന്നെ. ഇത് നോക്കിയപ്പം ഇവള് ബൈബിളിലല്ല അടിക്കുന്നത്, ഇവള് വിരളി ഞെക്കുമ്പോൾ സംഗതി ഇങ്ങ് വേറി വരിക. അപ്പൊ നല്ല കാര്യമല്ലേ, ബെസ്റ്റാ. പക്ഷെ പരീക്ഷയിലാകപ്പെടരുത്. അപ്പൊ എനിക്ക് സ്പീഡായി, ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. Efesiയർ 5:26 വായിരുമോളെ. അവൾ ഉടനെ വായിച്ചു, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. ഞാൻ മോളെ നില്ലേ, അതിന്റെ ആ വിശദീകരണം പറയാൻ ഞാൻ 6-7 മിനിറ്റ് എടുത്തു. എന്താണ് വചനം, എന്താണ് ജലസ്നാനം, വെറുതെ പിടിച്ച് മുക്കുന്നതാണോ, കുളിക്കാൻ ഇറങ്ങുന്നതാണോ, ഉണ്ടല്ലോ ഒരുപാട് കാര്യം. ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞാൽ പറഞ്ഞ ബാക്കി വായിരെ കണക്കമില്ല, മണിനാഥവും ഇല്ല, അവിടെ ബുള്ളറ്റിന്റെ സ്പീഡും ഇല്ല, ആള് നിശബ്ദം, ഷെടാ. പിന്നെ അപ്പുറത്തെ ഇതുപോലെ ഒരു ആൻറ്റി ഇരിപ്പുണ്ടായിരുന്നു, പുള്ളിക്കാരത്തി ബൈബിൾ തുറന്ന് വായിച്ചു തന്ന് ശരിയാക്കി. കറാജി ഉളക്കം വാട്ടമൊന്നുമില്ലാതെ എന്നുള്ള വായിച്ചു തന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് അന്വേഷിക്കേണ്ടല്ലോ, എന്നാ പറ്റി, മണിനാഥത്തിന് എന്നാ പറ്റി, ഈ ബുള്ളറ്റിന്റെ സ്പീഡിന് എന്നാ പറ്റിയെന്നറിയാവോ? അവിടെയാണ് പരീക്ഷയിലാകപ്പെടരുത്. ഈ കൊച്ചിതെല്ലാം ഇങ്ങനെ വായിച്ച് അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി എന്ന് വായിച്ചിട്ട് അതിന്റെ വിശദീകരണം ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതിനകത്തൂടെ ഫേസ്ബുക്കിൽ കൂടെ ഒരുത്തം കയറി വന്നു, അവന്റെ കറയും ചുളുക്കവും മാറ്റാൻ അവളങ്ങ് പോയി. സംഗതി മാറിയോ? പ്രൈസലോ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. എല്ലാം നല്ലതാ. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായ പരിഷ്കാരം പാടില്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് തക്കതല്ലാത്തതെല്ലാം ചെയ്താൽ നമ്മളെ കൊണ്ട് വീഴിക്കും. സാത്താൻ വളരെ കണ്ണിക്കാം. ശാസ്ത്രത്തിന്റെ പുരോഗതിയൊക്കെ വളരെ നല്ലതാ. സയന്റിഫിക്കൽ വേൾഡിൽ നമ്മൾ ജീവിക്കുന്നു, അതെല്ലാം കൈകാര്യം ചെയ്യണം. പക്ഷേ എന്റെയും നിങ്ങളുടെയും ആത്മീയതയെ തൊട്ടുകളിക്കുന്ന ആ പുതിയ പരിപാടിക്ക് പോയാൽ നമ്മൾ പരീക്ഷയിൽ അകപ്പെടും. നമ്മൾ പരീക്ഷയിൽ അകപ്പെടും. വിജയകരമായ ക്രിസ്തീയ ജീവിതം മോഡേണിസം വേണ്ടെന്നല്ല, മോഡൽ വേണ്ടെന്നല്ല, എല്ലാം ആവശ്യമാണ്. പക്ഷേ എന്നിൽ വ്യാപരിക്കുന്ന കൃപയുടെ ക്ലാരിറ്റി കളയുന്ന യാതൊരു മോഡലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തി കർത്താവിന്റെ വരെ അങ്ങ് ചെല്ലും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിലും നിങ്ങളിൽ വ്യാപരിക്കുന്ന കൃപയുണ്ടല്ലോ, ആ കൃപ കുടുംബത്തിൽ നിന്ന് കിട്ടിയതല്ല, തറവാട്ട് സ്വത്തല്ല, പണം കൊണ്ട് മേടിച്ചതല്ല, ദൈവത്തിന്റെ ഒരു ദാനമാ. ദാറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതിന് പല കാരണങ്ങളുണ്ട്, എല്ലാം ഒന്നും വെളിപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഞാൻ ഇവിടെ നിൽക്കാനുള്ള ഒന്നാമത്തെ കാരണം വിളിച്ചാൽ പ്രയോജനമുള്ളവനാന്ന് കർത്താവ് കണ്ടു. 2, പിതാക്കന്മാര് വലിയ പിതാക്കന്മാർക്ക് സത്യം അറിഞ്ഞില്ല എങ്കിലും ദൈവത്തെ ഭയപ്പെട്ടതിന് തലമുറയ്ക്ക് തന്ന ഒരു അനുഗ്രഹമാ. 3, എന്റെയും നിങ്ങളുടെ മനസാക്ഷിക്കകത്ത് തെറ്റുകളും കുറ്റങ്ങളും ചെയ്തപ്പോഴും അറിയാത്ത രൂഢമൂലമായ ഒരു ദൈവഭയം അകത്തുണ്ടായിരുന്നതിനാൽ സ്വർഗം അത് അക്കൗണ്ട് ചെയ്തപ്പോൾ മൈനസിനെ പ്ലസ് ആക്കി തന്നതാ. അതുകൊണ്ട് കൃപ കിട്ടിയതാ. അതിനെ കളയാൻ പാടില്ല. കരങ്ങളെ ഓർത്ത് സ്തുതിച്ചേ. സോദരം, കമ്പ്യൂട്ടർ ബൈബിൾ പാപമാണെന്നല്ല, പക്ഷെ ആ കൊച്ചു പാവമാക്കിയത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. വഴിയോര കച്ചവടക്കാരൻ കയറി വരും ഇതിനകത്ത്. ഇതിന്റെ 3 വഴിയോര കച്ചവടക്കാരെ കാണിക്കാം. ഈ സാത്താൻ ലോകത്തിൽ ഇരിക്കുന്നത് തിരുവചനത്തിലുള്ളതാ. 1,
സിറിയൻ രാജാവ് മിടുക്കൻ. 2 രാജാക്കന്മാരുടെ ദിവസം 5-ാം അധ്യായമാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാവുന്ന സിറിയയും ഇസ്രായേലും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല അന്ന്. എങ്കിലും വലിയ കുഴപ്പമില്ല. സിറിയ അന്ന് ഇങ്ങനെ വെട്ടിപ്പിടിച്ച് കയറി വരുന്നൊരു കാലമാണ്. രാജ്യങ്ങളെല്ലാം ചരിത്രം പഠിച്ചാൽ കാണാം. യുദ്ധങ്ങളെല്ലാം നയിച്ചത് രാജാവല്ല, സാധാരണ രാജാക്കന്മാരാണ് ഫ്രണ്ടിൽ പോകേണ്ടത്. സിറിയയിലെ രാജാവ് പോകത്തില്ലായിരുന്നു. അദ്ദേഹം പകരം തന്നെ കമാൻഡറെ അയച്ചു. കമാൻഡറുടെ പേര് നമുക്കറിയാം, നയമാൻ, മിടുക്കൻ, വളരെ ബുദ്ധിമാൻ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, പരീക്ഷയിൽ എപ്പോഴായിരിക്കും ലോകം, അതാണ് നമ്മുടെ വിഷയം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിച്ച് ഈ ലോകം എന്തോ കർത്താവ് പറഞ്ഞ് എന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ. ലോകം, ദ വേൾഡ്. യോഹന്നാൻ 15:18. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. നോക്കിക്കേ, എന്തിനാ നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹപ്രായമാകുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹിതരായാൽ ഗർഭിണികളാകുമ്പോൾ നമ്മൾ എന്തിനു പ്രാർത്ഥിക്കുന്നു? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ജോലി കിട്ടിയാൽ എന്തിനാ പ്രാർത്ഥിച്ചയക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. കാരണം എന്നാ? ലോകത്തിന്റെ അധിപൻ തകർക്കാൻ നോക്കും. യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പ്ലാനിട്ടു തകർക്കാൻ. ബേത്ലഹേമിന് വടക്കുള്ള റാമായിൽ 20ഓളം കുഞ്ഞുങ്ങളെ കൊല്ലിച്ചു. അതെ, യേശു ജനിക്കുന്നതിന് 600 വർഷം മുമ്പേ ദൈവദാസന് വെളിപ്പെട്ടു. വായിച്ചേ, യെരമ്യാവ് 31:15. ലോകം അതാ. യെരമ്യാവ് 31:15. ഈ ലോകത്തെ നേരിടുന്ന കാര്യമാണ് പഠിക്കുന്നത്. യെരമ്യാവ് 31:15. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. ഇതേ കർത്താവ് ജനിക്കുന്നതിന് 600-650 വർഷം മുമ്പ് എഴുതിയ കാര്യമാണ്. കൃത്യം പറഞ്ഞാൽ 640 വർഷം മുമ്പ് എഴുതിയതാ. റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. റാഹേൽ എന്ന് പറഞ്ഞത് റെപ്രസെന്റിംഗ് ദ വിമൻ ഓഫ് ഇസ്രായേലൈറ്റ്സ്. റാഹേൽ എന്ന ഇസ്രായേൽ സ്ത്രീ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. എന്തിനെ? വായിക്കാം. അവർ ഇല്ലായകയാൽ അവരെ ചൊല്ലി 600 വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തി കൊടുത്തു ദൈവദാസനെ. ലോകരക്ഷകനായ യേശു ജനിക്കുമ്പോൾ യേശുവിനെ കൊല്ലിക്കുവാൻ സാത്താൻ അവന്റെ ബുദ്ധിയിൽ യേശു ജനിച്ച ബേത്ലഹേമിന് സറൗണ്ടിലുള്ള 2 വർഷത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലിക്കാൻ ആ ഭരണാധികാരിയിൽ നിന്ന് ഓർഡർ ഇടുമെന്ന് പറഞ്ഞു. ഇതാ ലോകം. നിങ്ങൾ ഇവിടെ കയറി വരുന്നതിന് മുൻപേ നിങ്ങളുടെ ജോലിയെ തകർക്കാൻ അവൻ പദ്ധതി ഇട്ട് കാണും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു വരുമ്പോൾ തന്നെ, ആരാധിക്കാൻ വരുമ്പോൾ തന്നെ അവരുടെ ഭാവിയെ തകർക്കാൻ അവൻ പദ്ധതി ഇട്ട് കാണും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനെ തകർക്കാൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും തകർക്കുവാൻ ബലം നൽകിയ നമ്മൾ പ്രതിയോഗിയെ കണ്ട് കോംപ്രമൈസ് ചെയ്യാതെ ധൈര്യത്തോടെ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, കർത്താവ് വിടുതൽ തരും. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഇൻ അഡ്വാൻസ് അവൻ ചെയ്യും. അതാ ലോകം. അല്ല, ലോകം എന്ന് പറയുന്നത് ഇവിടുത്തെ കെട്ടിടമല്ല, ഇവിടുത്തെ ഹോട്ടലല്ല, നോ, ഇവിടുത്തെ രൂപഭംഗിയല്ല. An intellectual power works against the children of God. അതാണ് ലോകം. ഒരു ബുദ്ധിശക്തിയുണ്ട് സാത്താൻ. എൻ്റെ ഭാഷ പറഞ്ഞാൽ നമ്മൾ ഗ്രാഡുവേറ്റ് ബുദ്ധിയിൽ അല്ലേ, നമ്മൾ ജ്ഞാനികൾ. അവനോ പോസ്റ്റ് ഗ്രാഡുവേറ്റാ. യെഹെസ്കേൽ 28:10 പറയുന്നത് അവൻ ജ്ഞാന സമ്പൂർണ്ണൻ. അവൻ നമ്മൾ ഗ്രാഡുവേറ്റ്, അവൻ പോസ്റ്റ് ഗ്രാഡുവേറ്റാ. പക്ഷെ അവനോട് പിടിക്കാൻ അകത്തൊരു ശക്തി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഈ ശക്തിയാണ് ഈ ലോകത്തിലിട്ടുകൊണ്ട് കളിക്കുന്നത്. അങ്ങനെ കളിക്കുമ്പോൾ അവൻ ഇങ്ങനെ നോക്കി നിൽക്കും, എവിടെ വീഴിക്കും. ആരും ഭയപ്പെടരുത്. പക്ഷേ ഗൈഡ് ലൈൻ തരിക. ദിസ് ഇസ് ഗൈഡ് ലൈൻ. എതിരെ വാഹനം വരുമെന്ന് പറഞ്ഞ ആരെങ്കിലും വണ്ടി ഓടിക്കാതെ പോകൂ. എങ്കിലും വീട്ടിലിരുന്നാൽ മതി. We should expect something opposite. എന്നാൽ നമുക്കറിയാൻ ഡ്രൈവ് ചെയ്യാൻ. We know how to drive. We learned. ഇവനെതിരെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കണം. അതാ ക്രിസ്തീയ ജീവിതം. ആരാൻ രാജാവ്, സേനാനായകൻ എവിടെ ചെന്നാലും യുദ്ധം ജയിക്കും. പക്ഷെ നമുക്കറിയാം അദ്ദേഹത്തിനൊരു മൈനസ് പോയിന്റ് എന്നാ. അദ്ദേഹത്തിന്റെ മൈനസ് പോയിന്റ് എന്നാ? ദൈവമക്കളെന്ന് പറഞ്ഞേ സീർട്ട് വലിക്കുന്നു. എന്തോ അദ്ദേഹത്തിന്റെ മൈനസ് പോയിന്റ് ആർക്കും അറിയാൻ മേല. കുഷ്ഠരോഗിയാ. അന്നും ഇന്നും ട്രീറ്റ്മെന്റ് ഇല്ലാത്തൊരു രോഗമാ കുഷ്ഠം, ലെപ്രസി. ഇന്നും ട്രീറ്റ്മെന്റ് ഇല്ല, അന്നും ട്രീറ്റ്മെന്റ് ഇല്ല. ഒരു മാരക രോഗം.
അതിൻ്റെ ദോഷം എന്താ? ഞാൻ വേഗം പറഞ്ഞു വരട്ടെ. ഈ വഴിയോര കച്ചവടക്കാരനെ കാണിക്കാനാ. കമാൻഡർ ഇൻ ചീഫിൻ്റെ വീടാ. ആ വീട്ടിലെ എല്ലാം ഉണ്ടെങ്കിലും ഒരു സമാധാനമില്ല. അവിടെ നിൽക്കുന്ന വേലക്കാരത്തി നമ്മുടെ ഭാഷ രക്ഷിക്കപ്പെട്ട പെണ്ണും, ഇവൻ വിജാതിയൻ സിറിയക്കാരൻ. അവിടുത്തെ പെണ്ണും കൊച്ചു എവിടുത്തെ കാര്യത്തിയാ? ഇസ്രായേലിയ പെണ്ണ്. നമ്മുടെ ഭാഷ അത് കുണം പിടിച്ചതാ, രക്ഷിക്കപ്പെട്ടതാ. അവൾ നോക്കിയപ്പോൾ ഇവിടെ നല്ല ഭക്ഷണമുണ്ട്, നല്ല TV ഉണ്ട്, റേഡിയോ ഉണ്ട്, സകല സൂത്രമുണ്ട്. പക്ഷേ ആകപ്പാടെ ഒരു അന്ധകാര ശക്തി. അതിന് മനസ്സിലായി. ഉടനെ അത് ചോദിച്ചു അവിടുത്തെ മാഡം, ഇതെന്നാ ഇവിടെ ഇങ്ങനെയൊക്കെ? ഒരു സന്തോഷമില്ലല്ലോ. ഉടനെ ആ സഹോദരി പറഞ്ഞു, അല്ലേ എൻ്റെ കുഞ്ഞാ, നിനക്കറിയാമല്ലോ അച്ചായനെ കണ്ടാ സുന്ദരനെ ഉടുപ്പൂരിയ, നീ ഇവിടെ നിൽക്കുകയില്ല. അങ്ങനത്തെ ചില പുള്ളികളുണ്ട്, കണ്ടാൽ നല്ല മിടുക്കൽ. ഇവിടെ അല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. യൂണിഫോം ഊരിക്കഴിഞ്ഞാൽ നമ്മളാരും അടുത്ത് നിൽക്കുകയില്ല. അതെന്നാ ഞാൻ പറഞ്ഞു, കുഷ്ഠരോഗമാ. അയ്യോ നോക്കിക്ക്, ദൈവം നമ്പരാൻ ആരിൽ കൂടെയും പ്രവർത്തിക്കും ഇല്ലേ? ഒരു പാസ്റ്ററും അങ്ങോട്ട് ചെന്ന് കയറിയില്ല. ഉടനെ അവള് പറഞ്ഞു, എൻ്റെ പോലെ ഇതേ ഉള്ളോ? ഞങ്ങളുടെ നാട്ടിലോട്ട് ഇവിടെ അവിടെ ഒരു ഉപദേശം ഇരിപ്പുണ്ട്. സ്തോത്രം. ഇത് കേട്ട എൻ്റെ ഗുഡ് ന്യൂസാ അല്ലേ? ഞങ്ങളുടെ നാട്ടിലൊരു ഉപദേശിയുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ യഹോവയെ സേവിക്കുന്നവരാ ഞങ്ങൾ. നിങ്ങളുടെ ദൈവം വേറെ, ഞങ്ങളുടെ ദൈവം വേറെ. ഞങ്ങളുടെ ദൈവം അതാ സാക്ഷ്യം. ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവം. നിന്റെ ദൈവം മുറിയുടെ മൂലയിൽ ടീപ്പോയെ വെക്കുന്ന ദൈവം. നിന്റെ ദൈവത്തിന് നവംബറിൽ പൊടിയടിക്കാതിരിക്കാൻ ഡസ്റ്റ് എടുക്കണം. എൻ്റെ ദൈവം സകല പൊടിയും മാറ്റും. നിന്റെ ദൈവത്തിന് മാർച്ച് മാസത്തിൽ ലൈറ്റ്നിങ് അറസ്റ്റർ അടിക്കാതിരിക്കാൻ ലൈറ്റ്നിങ് അറസ്റ്റർ വെക്കണം. എൻ്റെ ദൈവം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എതിരായി വരുന്ന സകല ലൈറ്റ്നിങ് അറസ്റ്റർ മാറ്റും. കരളെ ഒരു സ്തുതിച്ചേ, അതാ നമ്മുടെ ദൈവം. കിട്ടിയ അവസരത്തിന് അവൾ ചാൻസ് അവൾ ഉപയോഗിച്ചു. അവൾ പറഞ്ഞു, അങ്ങോട്ട് വിട്, സംഗതി ശരിയാവും. അന്ന് അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞേ, പെങ്കൊച്ചി നീലാമ പറയുന്നത് കേട്ടോ, അവിടെ ചെന്നാൽ മാറുമെന്ന്. ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി. പക്ഷെ പ്രോട്ടോക്കോളാ, പുള്ളിക്ക് നേരിട്ട് പോകാനൊക്കത്തില്ല. കമാൻഡർ ഇൻ ചീഫാ, ഒറ്റയ്ക്ക് പോകാനൊക്കത്തില്ല. സോൾജേഴ്സിനെ കൊണ്ടേ പോകാവുള്ളൂ. സിറിയയിൽ നിന്നും കമാൻഡർ ഇൻ ചീഫ് സോൾജേഴ്സുമായിട്ട് ഇസ്രായേലിലോട്ട് കയറിയാൽ അതിൻ്റെ അർത്ഥം വാർ, യുദ്ധമെന്നാ. പോകാനൊക്കത്തില്ല, പ്രോട്ടോക്കോളാ. നേരെ എന്ന് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. അപ്പം രാജാവിന് കൊണ്ട് ഇവരൊന്നും ഗുണം പിടിച്ചാൽ കൊള്ളാന്ന്. കാരണം രാജാവിന് അതിനേക്കാൾ സങ്കടമാണ്. ഇത് നമ്മളതിനെ വിശദമായിട്ട് പഠിച്ചാലേ ഇദ്ദേഹത്തിൻ്റെ മനപ്രയാസം മനസ്സിലാകത്തുള്ളൂ. യുദ്ധം ജയിച്ചു വന്നു. 3000 പേർ യുദ്ധത്തിന് പോയി. 1000 പേർ മരിച്ചു. ബാക്കി 2500 പേർക്ക് വൂണ്ടഡ്, മുറിവേൽക്കും. 1500 പേർ യുദ്ധം ജയിച്ച് അടിമകളെയും കൊള്ളയുമായിട്ട് ഇങ്ങോട്ട് വരിക. വന്നു കഴിഞ്ഞാൽ സിറിയൻ തലസ്ഥാനത്ത് കയറാനൊക്കത്തില്ല. ബ്യൂഗിള് മുഴക്കി സൗണ്ട് അറിയിക്കും, ഞങ്ങൾ വന്നു, യുദ്ധം ജയിച്ചു. സൗണ്ട് കേട്ട ഉടനെ ആളുകളെല്ലാം ജോലിക്ക് പോയിരിക്കുക. കൃഷിസ്ഥലങ്ങളിൽ 5 മണിയാകുമ്പോൾ എല്ലാവരും വരും. അന്നേരം രാജാവ് ഇറങ്ങി വരും. ജയിച്ചവർ പട്ടണത്തിന് പുറത്ത് വെയിറ്റ് ചെയ്യുക. 5 മണിയാകുമ്പോൾ രാജാവും പരിവാരങ്ങളും വരും. ഉടനെ ബ്യൂഗിള് മുഴക്കി പട്ടാളം മുന്നോട്ട് വരും. എന്തിനാ? ജീവനെ വെടിഞ്ഞു പോയവരായി വരുന്നത് യുദ്ധം ചെയ്ത് ജയിച്ചേ. വരുമ്പോൾ രാജാവ് ഫ്രണ്ടിൽ നിൽക്കും എതിരേൽക്കാൻ. രാജ്ഞി തൊട്ടുപുറയിൽ, പരിവാരം പുറകിലെല്ലാം. അന്ന് ഈ ബ്യൂഗിള് മുഴക്കുമ്പോൾ രാജാവ് ഒന്ന് ഹസ്തദാനം ചെയ്ത് സേനാനായകനെ ചുംബിക്കും. കാരണം നീ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികഴിപ്പിക്കാൻ പോയവനാ. ചുംബിച്ച് സ്വീകരിക്കും. അതാണ് റിസപ്ഷൻ. നയമാൻ യുദ്ധമെല്ലാം ജയിച്ച് ഇങ്ങോട്ട് വരും. രാജാവ് വരും, കൈ കൊടുക്കും, പക്ഷെ ചുംബിക്കത്തില്ല. അത് അടുത്ത അസിസ്റ്റന്റിന് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. നയമാന് കിട്ടേണ്ട ചുമ്മനം മേടിക്കുന്ന ആ യുദ്ധത്തിന്റെ പുറകിൽ നിന്ന് അസിസ്റ്റന്റ് മേടിച്ചോണ്ട് പോകും. പ്രൈസ് ദി ലോർഡ്. അതാ ഇവരുടെ എല്ലാം സങ്കടം. രാജാവിന് സങ്കടം. രാജാവ് തിരുമേനി, ഇസ്രായേലിൽ ഒരു ഉപദേശം ഉണ്ടെന്നാ പറയുന്നത്, കുട്ടം മാറ്റുമെന്ന്. ഞാൻ എന്നാ ചെയ്യണം? നമുക്ക് നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയേ. ഉടനെ പൊക്കോളാനല്ല പറഞ്ഞത്, ഞാൻ ഇസ്രായേൽ രാജാവിനെ എന്ത് ചെയ്യാം? ഞാൻ എഴുത്തു തരാം. ഐ വിൽ ഗിവ് എ ലെറ്റർ. അപ്പോൾ എഴുതി കൊടുത്തു. ബഹുമാനപ്പെട്ട ഇസ്രായേൽ രാജാവ് പറയുന്നതിന് നമ്മുടെ ഭാഷയിൽ ഏതും എഴുതിക്കോ. ഈ വരുന്ന നയമാന്റെ കുട്ടം മാറ്റി വിട്ടേക്കണം. നയമാൻ പരിവാരമായിട്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞ ഉടനെ സിറിയയെ ഭയമാ. അന്നും ആരാൻ രാജാവ് എന്ന് പറയുന്നതാണ് ഈ സിറിയ. വളരെ ഭയമാ. അവർ വലിയ പവർഫുൾ പീപ്പിളാ. അവരും കൂടി പട്ടാളം വരുന്നത് കേട്ടപ്പോൾ ഇസ്രായേൽ രാജാവിന് ഭയമായി. ഉടനെ ഒരു എഴുത്തുണ്ടെന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു. പുള്ളി എടുത്തു കയറി വായിച്ചു ഉടനെ അത് എഴുതിയിരിക്കുന്നതിന് ഇസ്രായേൽ രാജാവ് അറിയേണ്ടതിന് സിറിയൻ രാജാവ് എഴുതുന്നാൽ
ഈ വരുന്ന എൻ്റെ സേനാനായകൻ നയമാൻ്റെ കുഷ്ഠം മാറ്റി വേഗം വിടണം. ഇത് വായിച്ചിട്ട് ഇസ്രായേൽ രാജാവ് സ്തോത്രം എന്നല്ല പറഞ്ഞത്, ആണോ? പിന്നെ എന്നാ പറഞ്ഞത് സിസ്റ്ററെ? പ്രൈസ് ദി ലോർഡ് എന്നോ? എന്നാ വസ്ത്രം കീറിയ എന്ന് പറഞ്ഞാലാ? എടാ എനിക്കേ വാദം ഡയബറ്റിക്കുമായിട്ടിരിക്കുക. അന്നേരം ഇവന്റെ കുട്ടം മാറ്റാൻ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഇവൻ ഹീസ് ഫൈൻഡിങ് എ റീസൺ ഫോർ വാർ. ഇവൻ യുദ്ധത്തിന് കാര്യം അന്വേഷിക്കുന്നു. സാധാരണ ടെക്നോളജി വരുന്നു. രാജാവ് വസ്ത്രം കീറിയെന്ന് കേട്ടപ്പോൾ അപ്പുറത്തെ മൺകൂടത്താ താമസിക്കുന്ന ഉദ്ദേശിക്ക് പിടികിട്ടി നമ്മുടെ രാജാവ് വസ്ത്രം കീറിയെന്ന്. അല്ലേ? ശ്രദ്ധിച്ചേ, ആരാ അദ്ദേഹത്തിന്റെ പേരെന്നാ? ഉദ്ദേശിയുടെ പേര് ആരാ? ജോർജ് വർഗീസ് മാസ്റ്റർ. അല്ല, അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ എലിശ പറഞ്ഞു ലെറ്റ് ഹിം കം ഹിയർ. അവനെ ഇങ്ങോട്ട് വിടെ, ബാക്കി ഞാൻ ഏറ്റു. ഇതാണ് ധൈര്യം വേണ്ടിയത്. അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടോ? ക്രിസ്തീയ ജീവിതം വിജയകരമാക്കുന്നത് വീട്ടിൽ പ്രശ്നം വന്നാൽ, ശരീരത്തിൽ പ്രശ്നം വന്നാൽ, നമ്മൾ വർക്ക് പ്ലേസിൽ പ്രോബ്ലം വന്നാൽ ധൈര്യത്തോടെ പറയണം, ഞാൻ മുട്ടയിലിരുന്ന സംഗതി മാറും. ഏതാ? ഞാൻ മുട്ടയിലിരുന്ന എൻ്റെ മുട്ട പൊട്ടുമെന്നല്ല, എൻ്റെ പ്രശ്നം ഞാൻ മാറ്റിയാൽ ഞാൻ എഴുന്നേക്കത്തുള്ളൂ. ധൈര്യം വേണം. അവനെ ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു. ഇസ്രായേൽ രാജാവാണ് വസ്ത്രം കയറി ആകി. എന്നാ മറുപടി പറയുന്നേ? ഇത് ഈ ഗുഡ് ന്യൂസാ പുള്ളി കിട്ടിയേ. ഉടനെ ഉള്ളി എന്ന് പറഞ്ഞു. എന്നതേ അങ്ങോട്ട് ചെല്ലു, ഉപദേശിയോട് എല്ലാം പറഞ്ഞു. നമുക്ക് സുപരിചിതം അതിൻ്റെ വേറൊരു ആശയം പറയാനാ, ഈ വഴിയോര കച്ചവടക്കാരനെ കാണിക്കാനാ ഞാനിത് പറയുന്നത്. നയമാൻ ഈ ആളും അമ്പാരിയും എല്ലാവരും ഭയങ്കര സന്നാഹത്തിലായി പോകുന്നത്. അങ്ങോട്ട് പുള്ളി ഓർത്തത് പ്രവാചകൻ വന്ന് കൈമുത്തി സ്വീകരിച്ച് അവിടെ കൊണ്ടുപോയി അല്ലേ, ഇരുത്തി പ്രാർത്ഥിപ്പിച്ച് സുഖമാക്കും. അല്ലെങ്കിൽ തേങ്ങ കുലുക്കുന്നതല്ല പിടിച്ച് കുലുക്കി 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 കുട്ടം മാറും എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചു കാണും. പുള്ളി പറഞ്ഞു എനിക്ക് അവനെ കാണണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു സീ ഹിം. അതിന് കാരണമുണ്ട്, കേട്ടോണം. എനിക്ക് അവനെ കാണണ്ട. ലെറ്റ് ഹിം ഗോ ഹിംസെൽഫ് ടു ദ റിവർ ജോർഡൻ ആൻഡ് ഡിപ് 7 times. എനിക്കവനെ കാണണ്ട, അവൻ ഇങ്ങോട്ട് വരണ്ട. എന്താ അങ്ങനെ പറഞ്ഞത്? അവൻ യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം ഒന്ന് മുങ്ങിക്കേ. നയമാൻ സ്വോത്രമല്ല പറഞ്ഞത്, ആരാമ്യ ഭാഷ പുളിച്ച തെറിയാ പറഞ്ഞത്. എൻ്റെ നാട്ടിൽ അമാനയും പർപ്പരയും തെക്ക് വടക്കായിട്ട് ഒഴുകുന്ന ക്ലീൻ വെള്ളമുള്ളപ്പം ഇവന്റെ കലക്ക വെള്ളത്തിൽ പോത്തിനെ കുളിപ്പിക്കുന്നിടത്ത് മുക്കാൻ അത് 7 പ്രാവശ്യം. ഇവിടെ ഒന്ന് മുക്കാൻ പെടുന്ന പാട് ദൈവദാസന്മാർക്കറിയാം. അല്ലേ? നോക്കിക്കേ, ആ പ്രോസസ് കണ്ടോ? അത് 7 പ്രാവശ്യം. ഞാൻ തിരിച്ചാങ്കോടി ചെല്ലട്ടെ, ഈ അപമാനിച്ചതിന് പകരം ചെയ്യാമെന്നാ പറഞ്ഞത്. രാജാവിന്റെ കൺസെന്റ് മേടിച്ച് അടിച്ച് തകർക്കണം എന്ന് പറഞ്ഞു. അതിനകത്ത് ഏതോ ഗുണം പിടിച്ച ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എൻ്റെ പൊന്നയജമാനെ വലിയ കാര്യമല്ലോ പറഞ്ഞിരുന്നത് നമ്മൾ ചെയ്താനേ അല്ലേ, ഇതൊരു സിമ്പിൾ തിങ് അല്ലേ, പറഞ്ഞ യു ട്രൈ. ഉടനെ എന്നാ ഇവൻ ഇറങ്ങുന്ന സ്വോത്രം പറഞ്ഞല്ലേ, മുടിയേട്ടെന്നും പറഞ്ഞ ഒന്ന് മുങ്ങി. എത്ര മുങ്ങണ്ടത്? 7. വല്ല പ്രയോജനം ഉണ്ടായോ? ഒന്നുമില്ല. 2 മുങ്ങി. പടിഞ്ഞാറുകാർ കുട്ടനാടുകാരുണ്ട്, അവർ പറയും വല്ല വ്യത്യാസം ഉണ്ടായോ? ഇല്ല. 3 മുങ്ങി. വല്ല വ്യത്യാസം ഉണ്ടായോ? ഉണ്ടായി. കുട്ടനാടുകാരോട് ചവരറിയും ഒരേ സ്ഥലത്ത് 3 പ്രാവശ്യം മുങ്ങിയാൽ 20 സ്ക്വയർ മീറ്ററിന് അകത്തുള്ള മുഴുവൻ മീൻ ഓടി വരും. ഈ മൂവ്മെന്റ്. 4 മുങ്ങി. ഇപ്പം പൊങ്ങിയപ്പോ എന്നാ മീന് മനസ്സിലായി, നല്ല സാധനം വന്നത്, അത് കുഷ്ടമാ, എന്നെ രസമാതിരിയാ തിന്നാൻ. 5 മുങ്ങി, മീൻ കൊത്തി. 6 മുങ്ങി, ബ്ലീഡിങ്. പ്രൈസ് ദി ലോർഡ്. ഇനി അപ്പൊ അവിടെ അപ്പുറത്തേക്കുന്ന പട്ടാളക്കാർ അവരാ എണ്ണുന്നേ, ഇവനല്ല എണ്ണുന്നേ. യജമാനെ ഒന്നുകൂടെ. ഇവൻ ഒരൊറ്റ പൊങ്ങി നോക്കിക്കേ, സിനിമാ നടനില്ല ഈ ശരീരം, നല്ല 1 തരം ബോഡി. അതും കൊണ്ട് അവൻ ഒരൊറ്റ ഓട്ടമാ രാജാവിന്റെ ദിക്കിലോട്ട്. ശ്രദ്ധിച്ച ദൈവമക്കളെ, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, യജമാനനെ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മേടിയിരേ. ബാബിലോണ്യ വസ്ത്രങ്ങൾ കിട്ടുന്നതല്ല, അതെന്റെ കയ്യിലുണ്ട്. സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, എന്തു വേണം? ബാബിലോണ്യ വസ്ത്രം കിട്ടുന്ന സാധനമല്ല, അതെന്റെ കയ്യിലുണ്ട്. നിനക്ക് എന്നാ വേണം? ഈ പുള്ളി പറഞ്ഞ കേൾക്കണോ? ഞാൻ സേവിക്കുന്ന യഹോവയാണ്, നിന്നോട് ഞാൻ ഒന്നും മേടിക്കത്തില്ല. എന്താ കാരണം? ഇതാണ് റീസൺ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഞാൻ സേവിക്കുന്ന യഹോവയാണ്, നിന്നോട് ഞാൻ ഒന്നും മേടിക്കത്തില്ല. എന്താ എലീശായെ കാരണം? അതിനു മുമ്പേ
ശൂന്യംകാരത്തി ധനികയായ സ്ത്രീയുടെ വീട്ടിൽ ചെന്നാൽ ഒരു പ്രത്യേക മുറി, പ്രത്യേക സോഫ, പ്രത്യേക കട്ടില്, പ്രത്യേക ഫുഡ്, പോകാൻ നേരത്ത് പണം, ഇതെല്ലാം മേടിക്കുന്ന ഉപദേശി എന്തുകൊണ്ടാണ് ഇവനോട് മേടിക്കാത്തത്? ഇവനോട് മേടിച്ചാൽ ദൈവനാമം നശിക്കും, ദൈവനാമം ദുഷിക്കും. ഇവൻ തിരിച്ച് സിറിയയിൽ ചെല്ലും. രാജാവ് നോക്കിയപ്പോൾ നല്ല സുന്ദര ചെറുക്കം വന്നിരിക്കുന്നു, നല്ല സിനിമാ നടനെ പോലെ ഒരുത്തൻ. ഇതെങ്ങനെ പറ്റി? എൻ്റെ തിരുമേനി ഒരുപാടുമില്ല. അവിടെ ഒരു ഉദ്ദേശിരിപ്പുണ്ട്, 100 രൂപ പാടിയാ കൊടുത്താൽ പുള്ളി പറയും അവിടെ പോയി മുങ്ങാൻ, സംഗതി റെഡി. കണ്ടോ, ദൈവനാമം ദുഷിക്കും. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അന്നേരം പുള്ളി എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് തരുന്നില്ല, ഇങ്ങോട്ട് കുറച്ച് മണ്ണുതാ. എത്ര കറക്റ്റാന്ന്, അത് നീ കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. അന്നേരമാണ് വഴിയോര കച്ചവടക്കാരൻ അസിസ്റ്റന്റ് പാസ്റ്ററെ കയറി പിടിച്ചു. അസിസ്റ്റന്റ് പാസ്റ്റർ വെടുവെടുക്കാനാ, നല്ല പോലെ പാട്ട് പാടും, നല്ല പോലെ ഡ്രം അടിക്കും, പിയാനോയും വായിക്കും, അല്ലേ, എല്ലാത്തിനും മിടുക്കനാ. കയറി വരാൻ പോവുക. പിശാച് നോക്കിയപ്പോൾ ഏലിയാവിനെ തൊടാനോ നോക്കി. സത്താൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഏലിയാവിനെ പിടിക്കാൻ നോക്കി, ഏലിയാവിനെ കിട്ടുന്നില്ല. ഏലിയാവ് ആകാശത്ത് നിന്ന് വരിക തീ ഇറക്കുന്നത്, ഒരു കളിയും നടക്കുന്നില്ല. ഒരു തീ വഴി കയറിപ്പോയി മേലോട്ട്. നമ്മൾ പോകാൻ പോകുന്നു അങ്ങനെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് തീ വഴി കയറിപ്പോയി, ഒരു രക്ഷയില്ല. അപ്പോഴാ ഏലിശയെ നോക്കി, ഏലിശ 5 അയിലൊക്കെ തടുപ്പിക്കുന്നില്ല. അപ്പോഴാണ് അസിസ്റ്റന്റ് കയറി വരുന്നത്. ആരാ? പാട്ട് പാടും, ഡ്രം അടിക്കും, പിയാനോ വായിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷേ ഉടുപ്പ് കണ്ട പുള്ളിയുടെ പ്ലാൻ മാറും. 5-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യം. അവനെ വിട്ട് കുറെ ദൂരെ പോയ ശേഷം ദൈവപുരുഷനായ എലീശയുടെ ബാല്യക്കാരൻ ഗേഹസി അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ. വഴിയോര കച്ചവടക്കാരനെ നിങ്ങൾ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം. യഹോവയാണ് അവനും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയയ്ക്കൊന്നും ഒരു കുറവുമില്ല കേട്ടോ. അവനും അന്യഭാഷ, ഒരു പ്രശ്നവുമില്ല. ആ യഹോവയാണ്, കേട്ടോണം. ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങും. ഇത് നോക്കിയേ, ഞങ്ങളുടെ യജമാനന് കുട്ടം മാറ്റാനേ അറിയാവുള്ളൂ, കാശുണ്ടാക്കാൻ അറിയാൻ മേല. പ്രൈസ് ദി ലോർഡ്. എന്നാ ഞാനത് പഠിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ചെയ്ത് എന്തോ പറ്റിയെന്നറിയാമോ? നയമാന് പോയത് അവന് കിട്ടി. വാട്ട് നയമാൻ ലോസ് ഹി ഗെയിൻഡ്. നയമാന് പോയ കുഷ്ഠം ഇവന് കിട്ടി. വഴിയോര കച്ചവടക്കാരൻ നമ്മളുടെ ജീവിതത്തിന്റെ മുമ്പിലുണ്ട്, അറിയാതെ നമ്മളെ വീഴിക്കും. ഇത് തന്നെയാ 2 സമൂഹത്തിൽ 11-ാം അധ്യായത്തിൽ ഇതേ വഴിയോര കച്ചവടക്കാരത്തിയെ കാണിക്കാം. ഇത് കച്ചവടക്കാരനാണ്, അടുത്ത കച്ചവടക്കാരത്തിയാ. വായിച്ചേ 2 സമൂഹത്തിൽ 11-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 സമൂഹത്തിൽ 11-ാം അധ്യായം 1-ാം വാക്യം. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും. പിറ്റേ ആണ്ടിൽ തലേ വർഷത്തിൽ യുദ്ധത്തിന് ദാവീദ് മുമ്പിൽ നിന്നു. എല്ലാത്തിനെയും അടിച്ച് തകർത്ത് നിരപ്പാക്കി. തന്റെ കിന്നരെടുത്ത് മാറ്റി വെച്ചു. പകരം വാളും വില്ലും കയ്യിലെടുത്തു. യുദ്ധം യഹോവയ്ക്കുള്ളതാന്ന് പറഞ്ഞു. അവൻ വില്ലൊടിച്ചു, കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടു കഴിയുന്നു എന്നെല്ലാം പറഞ്ഞ് യുദ്ധം ചെയ്തു. പിറ്റേ ആണ്ടി വന്നപ്പോൾ അടുത്ത വാക്യം. ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തന്റെ സേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. എല്ലാവരോടും നിങ്ങൾ വെക്കൂ. തലയാണ്ടിൽ യുദ്ധത്തിന് മുമ്പിൽ നിന്നവൻ, പ്രൈസ് ദി ലോർഡ്, ഗോലിയാത്തിനെ ഒറ്റ കല്ലെ താഴെ ഇട്ടവൻ. സ്തോത്രം. പക്ഷേ പിറ്റേ ആണ്ടി വന്നപ്പോൾ വഴിയോര കച്ചവടക്കാരത്തി വരാൻ പോവുക. എല്ലാത്തിനും വിട്ടു. തലയാണ്ടിൽ ഒരൊറ്റ സഭായോഗം മുടക്കിയില്ല. ഈ ആണ്ടി സഭായോഗം പലതും മുടക്കാൻ തുടങ്ങി. ക്ഷീണം, തലവേദന, ഓവർ ടൈം, ക്ഷീണം. നിങ്ങൾ പോ, സാറാമ്മയും പിള്ളേരും പോ, ഞാൻ വരുന്നില്ല. അല്ലെ അച്ചായം പോ, ഞാൻ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. തലയാണ്ടിലെ പ്രാർത്ഥന, ഒറ്റ പ്രാർത്ഥന മുടക്കത്തില്ല, ഒറ്റ ബൈബിൾ ക്ലാസ് മുടക്കത്തില്ല. ഈ പ്രാവശ്യം വന്നപ്പോ തിങ്കളാഴ്ച ക്ഷീണമായി, ഇന്ന് ഇല്ല ക്ലാസ്, ഇന്ന് പോകുന്നില്ല. വെള്ളിയാഴ്ച ആരാധിച്ചില്ല. പിന്നെ ഇന്നൂടെ ഇപ്പൊ തിങ്കളാഴ്ച ക്ലാസ് വെക്കേണ്ട കാര്യമാണ്. അത് പാസ്റ്റർ വെച്ചതേ ഉള്ളൂ, ഇന്ന് പോകുന്നില്ല. അതേ വഴിയോര കച്ചവടക്കാരൻ വരുവേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ പോകേണ്ട അടുത്ത് പോയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മീയത്തിന് അവധി പ്രഖ്യാപിച്ചാൽ ജീവിതത്തിൽ പരാജയം ഏറ്റുമേടിക്കേണ്ടി വരും. We are not supposed to declare vacation for spiritual affair. ആത്മീയത്തിൽ അവധി പ്രഖ്യാപിക്കാൻ പാടില്ല. 6 മണിയോളം അധ്വാനിച്ചിട്ട് ഈ ക്ലാസ്സിൽ ഇവിടെ വന്ന പ്രിയമുള്ളവരെ, സ്വർഗം നിങ്ങളെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. പറ്റുന്നൊരു കുഴപ്പമതാ, ആരാധനയ്ക്ക് അവധി. ദാവീദിനെ പറ്റിയ സ്വഭാവമാ. ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ, അല്ലെ വെള്ളിയാഴ്ച ആരാധിക്കാൻ അവധി. കർത്താവിന് 7 ന്യായാസനമാണ്. ഏത് ദിവസം പഠിച്ചാൽ കാണാം 7 ന്യായാസനം. 1-ാമത്തെ ന്യായാസനം, എനിക്ക് നിങ്ങൾക്കും പ്രതിഫലം തരാൻ സ്വർഗത്തിൽ. ആദ്യത്തെ ന്യായാസനം, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത്
നല്ലതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ. 2 കൊരിന്ത്യർ 5:10 ആദ്യത്തെ ന്യായാസനം. അവിടെ ഇങ്ങോട്ട് വരിക. 7ാമത്തെ ന്യായാസനം വെള്ളസിംഹാസനം. നമുക്ക് ന്യായാസനം കുറ്റമതിക്കാനല്ല, പ്രതിഫലം തരാൻ. വെള്ളസിംഹാസനം ഒടുവിലത്തെ സിംഹാസനം. പക്ഷേ തിരുവചനം പഠിച്ചാൽ കാണാം, കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ന്യായാസനം 9. 2 ന്യായാസനം സ്പെഷ്യൽ വെക്കും. പ്രൈസ് ദി ലോർഡ്. വരിക, അധികം നാളൊന്നും വേണ്ടല്ലോ, ഈ തലമുറ കാണാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ സ്നാനപ്പെടുത്താൻ ഇത്രയും സൗകര്യമുള്ള ഒരൊറ്റ സ്ഥലമില്ല. വചനപ്രകാരമുള്ള സ്നാനം നടത്താൻ ലോകത്തിൽ കേരളം, ഇതാ ദൈവത്തിൻ്റെ നാടെന്ന് പറയുന്നത്, ഇതുപോലെ കൺവീനിയൻ്റ് ആയിട്ട് ഒരു രാജ്യവുമില്ല. കേരളം വിട്ടാലോ പറ്റത്തില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു സ്നാനം നടത്താൻ പോയാലുണ്ടല്ലോ, ഒരു 250 മൈലെങ്കിലും 300 കിലോമീറ്റർ പോകണം. കാരണം ഇതിനിടയ്ക്കുള്ള വെള്ളം കണ്ടാൽ നമ്മുടെ അകവെള്ള കുടൽ വരെ വെളി വരും. പ്രൈസലോ, നിങ്ങൾക്കറിയാമല്ലോ, പഴയ കാലത്ത് ഇവിടെ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, ദോഹ ചെന്നൊരു സഹോദരനെ വെള്ളത്തിലോട്ടിറക്കിയ കടലിലോട്ടാ ഒരു തിരയം വന്നങ്ങ് പോയി. പിന്നെ ഈ ദൈവദാസം പ്രാർത്ഥിച്ചെന്ന് കർത്താവ് ഒന്നുകിൽ അവളെ ഇങ്ങോട്ട് താലേ എന്നെ കൂടെ അങ്ങോട്ട് എടുക്കാൻ. അങ്ങനെ കിട്ടിയെന്നാണ് പറഞ്ഞത്. പ്രൈസലോട്ടെ. പടിഞ്ഞാറൻ രാജ്യത്തോ അയ്യോ സ്നാനം എന്ന് പറഞ്ഞാൽ പാസ്റ്ററുടെ ടെൻഷൻ കാണണം. ഞായറാഴ്ച സ്നാനപ്പെടുത്തണേ പാസ്റ്ററും മിസ്സസും ശനിയാഴ്ച ചർച്ചിൽ പോയി ഇരിക്കുക. 800 ലിറ്റർ വെള്ളം ചൂടാക്കണം. 1,800 ലിറ്റർ വെള്ളം ഒന്ന് ചൂടാക്കണം. എത്ര മണിക്കൂർ വേണമെന്നറിയോ? 10,000 ഏതാ മഞ്ഞ് കട്ട ആ തണുപ്പ് വെള്ളം കട്ടയാകുന്നത് തണുപ്പാ. ആ തണുപ്പത്തോട്ട് ഇറക്കിയാൽ എങ്ങനെ ഇരിക്കും? ആദ്യം ഇറങ്ങുന്ന പുള്ളി വടിയാവും, സ്നാനാർത്ഥിയും വടിയാവും. അത് വരാതിരിക്കാൻ ആ വെള്ളം ചൂടാക്കണം അല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണല്ലോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഇത്രേ സ്നാനത്തിന് സൗകര്യം ഉണ്ടായിട്ടും സ്പ്രേയുമായിട്ടിരിക്കുക. സ്പ്രേ ചെയ്യേണ്ടത് പെർഫ്യൂമാണ്, സ്നാനമല്ല. പ്രൈസ് ദി ലോർഡ്. 1ാമത്തെ ന്യായാസനം. അടുത്ത ന്യായാസനം ഇതുപോലെ. നിങ്ങൾക്ക് ഇറ്റ് ഈസ് ഫ്രൈഡേ. നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെ ഞായറാഴ്ച ഒഴിവായി? ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യ ഒരു ഹൈന്ദവ രാജ്യമാണ്, സത്യമല്ലേ? ഹൈന്ദവ സഹോദരങ്ങളാണ് ബഹുഭൂരിപക്ഷം. അവർക്ക് ഞായറാഴ്ചയില്ല. പിന്നെ ഇതെങ്ങനെ വന്നു? ഒരു ദൈവിക കൃപയാ. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാർ വന്ന് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച് അവർ ഭരണം പിടിച്ചെടുത്തപ്പം പിയൂൺ മുതൽ വൈസ്രോയ് വരെ സായിപ്പന്മാരാ, ബ്രിട്ടീഷുകാരാ. അവർക്ക് ഞായറാഴ്ച ചർച്ചിൽ പോകണം. അതിനാണ് അവർ ഞായറാഴ്ച ഹോളിഡേ ആക്കിയത്. ആ സൺഡേ ഇപ്പോഴും ആ സിറ്റീസ് കണ്ടിന്യൂ ചെയ്യുക. ഇതുപോലെ ഞായറാഴ്ച പ്രൈസ് ദി ലോർഡ് ആരാധനയ്ക്ക് പറ്റിയൊരു, നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഫ്രൈഡേ അല്ലേ, ഞായറാഴ്ച ഒരു വർക്കിംഗ് ഡേ അല്ലേ. നമ്മുടെ നാട്ടിൽ ഞായറാഴ്ച ഒരു ഹോളിഡേ ആയിട്ട് കിട്ടിയതിനെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. എന്നിട്ട് ഞായറാഴ്ച രാവിലെ ദൈവത്തെ ആരാധിക്കാൻ പള്ളിയിലും ഹോളിലും അല്ല വരുന്നത്, അളിയന്റെ കല്യാണത്തിന് ഫ്രൈഡ് റൈസ് അടിക്കാൻ. എൻ്റെ പ്രാർത്ഥന അവൻ്റെ വയറ്റിളൊക്കെ ഒരാഴ്ച മാറരുതെന്നാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം, പരീക്ഷകൾ ചിലതെല്ലാം നമ്മൾ ഏറ്റുമേടിക്കുന്നതാ. ഒരിക്കലും പാടില്ല. ആത്മീയത്തിൽ നമ്മളെ പുറകോട്ട് കൊണ്ടുപോകരുതേ. ദാവീദേ, താങ്കൾ യുദ്ധത്തിന് കഴിഞ്ഞ വർഷം പോയി, ഒത്തിരി ജയിച്ചു, ഒത്തിരി നേടി. പിറ്റേ വർഷം വന്നപ്പോൾ യോവാബിനെ പറഞ്ഞയച്ചു, മുഴുവൻ കമാൻഡേഴ്സിനെ പറഞ്ഞയച്ചു. എന്നിട്ട് യുദ്ധം ചെയ്യേണ്ടവൻ വീട്ടിലിരുന്നു. അടുത്ത വാക്യം വായിച്ചേ. അമ്മോന്യദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. അന്ന് പിന്നെ ടി വി ഒന്നുമില്ല, എങ്കിലും വാർത്ത വരുന്നുണ്ട്, ചെല്ലുന്നിടത്തെല്ലാം ജയമാ. ഇവന് സന്തോഷമായി. അടുത്ത വാക്യം. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചു. ഉള്ളി യെരൂശലേമിൽ അങ്ങ് താമസിച്ചു. അടുത്തത്. ഒരു നാൾ സന്ധ്യയാകാറായ സമയം സംഗതി കണ്ടോണം. സന്ധ്യ ആയപ്പം വായിച്ചോ. ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. സന്ധ്യക്ക് യുദ്ധത്തിന് പോയില്ല, അതും പോകട്ടെ. പണ്ട് പറഞ്ഞ ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നാടുക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുമെന്ന്. ഇപ്പം പ്രാർത്ഥിക്കേണ്ടപ്പം ആ സമയത്ത് സൂത്രം തിരിക്കാൻ പോകുന്നതായി ലോകത്തിൽ കുഴപ്പം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യ ജീവിതം വിജയിപ്പിക്കണോ? പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, സൂത്രം തിരിക്കാൻ പോകരുത്. ഇവൻ പ്രാർത്ഥിക്കാൻ എഴുതി വെച്ച പുള്ളി സന്ധ്യക്ക് ഉലാവാൻ പോയപ്പം താഴെ വഴിയോര കച്ചവടക്കാരത്ത് റെഡി. ഉണ്ടോ? സംഗതി മാറിയത് കണ്ടോ? സംഗതി മാറിയത് കണ്ടോ? ആരാധിക്കാൻ, വീട്ടിൽ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സമയം പ്രാർത്ഥിക്കാതെ മറ്റ് കാഴ്ചകൾ കാണാൻ കുഞ്ഞുങ്ങളെ ഉത്തേജിപ്പിച്ചാൽ ആ കുഞ്ഞു ഗുണം പിടിച്ചില്ലെങ്കിൽ അപ്പനും അമ്മയും കണക്ക് പറഞ്ഞേ തീരൂ. പ്രൈസ് ദി ലോർഡ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ.
ഒന്നാമത്തെ വഴിയോര കച്ചവടക്കാരൻ ഗേഹസിയുടെ മുമ്പിൽ വന്ന് സാത്താൻ എത്ര വിദഗ്ധമായിട്ടാ. രണ്ടാമത് വഴിയോര കച്ചവടക്കാരത്തിയായിട്ട് വന്നു. അവള് നോക്കിയപ്പോ പ്രാർത്ഥിക്കേണ്ടത് ഇതേ നടക്കുന്ന ഒരുത്തൻ. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ഇങ്ങനെയൊക്കെയാ. മൂന്നാമത് അപ്പോസ്തലർ പ്രവൃത്തി 5-ാം അധ്യായത്തിൽ ഒരു വഴിയോര കച്ചവടക്കാരൻ അകത്തു നിന്ന് വന്നു അല്ലേ. വസ്തുവെല്ലാം വിറ്റ് ആരും പറഞ്ഞില്ല വിൽക്കാൻ. പേര് നമുക്കറിയാം, ഭാര്യയും ഭർത്താവ് എന്നാ യൂണിയനാന്ന് നോക്കിക്കേ അല്ലേ. ഇതുപോലെ ഐക്യതയുള്ളൊരു കുടുംബമുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? രണ്ടുപേരും ഏക സ്വരമാണ്. വിറ്റു, എല്ലാം മേടിച്ച് പറഞ്ഞു ഇതെല്ലാം കൂടെ കൊടുക്കണ്ട. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഡബിൾ മുണ്ട. അകത്ത് കുറച്ച് 100-ന്റെ നോട്ട്, വെളിയിൽ കുറച്ച് 50-ന്റെ നോട്ട്, ഇതെല്ലാം കൂടെ കൊണ്ടുവച്ചു. ദൈവത്തെ പരിശുദ്ധാത്മാവില അപ്പുറത്ത് ഉള്ളിയിരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ ഇത്രയൊക്കെ ഉള്ളോ? സ്തോത്രം വച്ചാൽ ഇതൊക്കെ ഉള്ളൂ. ആള് പോയോ? പുറകെ അമ്മമ്മ വഴിയോര കച്ചവടക്കാരൻ ഒന്ന് പിടിച്ചു. പുള്ളിക്കാരത്തി പറഞ്ഞു കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കാൻ. ഇത്രയൊക്കെ ഉള്ളോ? ഇപ്പൊ റബ്ബറിന് വിലയില്ല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മുഴുവൻ പൊട്ടല, ഇത്രയുള്ള ചായ. സംഗതി തീർന്നില്ലേ? ദൈവമക്കളെ, ഒരിക്കലും സാത്താൻ നമ്മളെ വീഴിക്കാൻ നമ്മൾ അനുവദിക്കരുത്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എപ്പോഴും. 2, ലോകത്തെക്കുറിച്ചാണ് നമ്മൾ. അടുത്തതാണ് ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യമാണ് പ്രൈസ് ദി ലോർഡ്. ഇന്ന് ക്രൈസ്തവരെ വഴിതെറ്റിക്കുവാൻ സാത്താൻ എടുത്തിരിക്കുന്ന നല്ലൊരു ഉപാധി, അവനും കയ്യിലെടുക്കുന്നത് വേദപുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. കാലം മാറിയെങ്കിലും വചനം മാറത്തില്ല. കാലത്തിനനുസരിച്ച് സയൻസ് മാറുമ്പോൾ, ശാസ്ത്രം മാറുമ്പോൾ കൺവീനിയൻസ് വർദ്ധിക്കും. പഴയ കാലത്തെ സിസ്റ്റം അല്ല ഇന്നത്തെ എല്ലാ കാര്യങ്ങളും. കമ്പ്യൂട്ടറിൻ്റെ നിങ്ങൾ ഉപയോഗിക്കുന്നത് 4-ാമത്തെ തലമുറയാണ്. 5-ാമത്തെ തലമുറ വരാൻ പോകുക. അത് ഞാൻ നാളെ കഴിഞ്ഞ് പറയും. അതോടെ സംഗതി തീരുക. ഇപ്പം 4.5 തലമുറ നിൽക്കുക. ഇമോഷണൽ റോബോട്ട് വിത്ത് ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് വന്നു കഴിഞ്ഞു യൂറോപ്പിൽ. അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാൽ നമ്മളെ നോക്കി ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. കമ്പ്യൂട്ടറെ ചിരിക്കും. കയ്യ തൊട്ട് നോക്കുക അച്ചായൻ്റെ കയ്യെ. അപ്പോൾ 5-ാമത്തെ വരാൻ നമുക്ക് വ്യാഴാഴ്ച പറയാം. അപ്പോൾ അത് ഡെവലപ്മെൻറ്റാ. ടെലിഫോൺ ഒത്തിരി ഡെവലപ്മെൻറ്റായി. പഴയ ഫോണൊന്നും അല്ലല്ലോ, ഡെവലപ്മെൻറ്റ്. അതുപോലെ മെഡിക്കൽ സയൻസ്, ഓപ്പറേഷൻ നമുക്കറിയാം. കീ ഹോൾസ് സർജറി, മലയാളം താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. പഴയ പോലെ വലിച്ചു കീറുകയൊന്നും വേണ്ട അല്ലേ. ട്രീറ്റ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്. ടൈപ്പ് 1 ഡയബറ്റിക് ഉള്ളവർക്ക് ഇൻസുലിൻ പമ്പ് ദേഹത്ത് ഫിക്സ് ചെയ്തങ്ങ് വിടുക. പിന്നെ കുത്താനും പോകണ്ട, മേടിക്കാനും പോകണ്ട. ആ ശരീരത്തിനകത്തെ ബോഡിയുടെ ഇൻസുലിൻ കുറയുന്നതനുസരിച്ച് പമ്പിനകത്ത് ഇൻസുലിൻ കയറിക്കോളും. ഒന്നും അറിയണ്ട, ഇഷ്ടം പോലെ പഞ്ചസാരം തിന്നാം. ഡെവലപ്മെൻറ്റ്. ഇനിയും വരാൻ പോവുക അകത്തെ പാങ്ക്രിയാസിനകത്തെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. പാങ്ക്രിയാസിനകത്തുനിന്ന് 2ാമത് പ്രൊഡക്റ്റ് ചെയ്യാൻ പോവുക. ഇതെല്ലാം സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ്. നല്ലതാ. പക്ഷെ വേദശാസ്ത്രം അങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ളതല്ല. വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 17-ാം വാക്യം. സാത്താൻ ഉപയോഗിച്ച് വീഴിക്കുന്ന പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. റോമർ 16:17. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിരുദ്ധമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ അവരെ ഷുഡ് ബി വെരി കെയർഫുൾ. ശ്രദ്ധിച്ചേ. ന്യായപ്രമാണം given to only Jewish people. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. Exodus chapter 20 verse 1. പുറപ്പാട് 20:1. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. അവിടെ മുതൽ അങ്ങോട്ട് ന്യായപ്രമാണം കൊടുത്തു. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. ആ ന്യായപ്രമാണം മുഴുവൻ പൂർണ്ണമായിട്ട് കൊടുത്തു. 40 രാവും 40 പകലും തേജസ്സിന്റെ നടുവിൽ പിടിച്ച് മോശയെ ഇരുത്തിയിട്ട് ഇതെല്ലാം എഴുതി കൊടുത്തു വിട്ടു. ദൈവം തമ്പുരാൻ പറഞ്ഞില്ല, ഈ ചില പുസ്തകങ്ങൾ 2-ാം വോളിയം ഇറക്കുന്ന പോലെ 1-ാം വോളിയം കൊണ്ട് പോ, 2-ാം വോളിയം പുറകെ തരാം എന്നല്ല പറഞ്ഞത്. മുഴുവൻ ചട്ടങ്ങളും കൊടുത്തു. അല്ലേ പറഞ്ഞില്ല നീ ഇതും കൊണ്ട് പോ, നീ മരിച്ചു കഴിഞ്ഞ് ബാക്കി യോശുവയുടെ കൊടുക്കാമെന്ന് പറഞ്ഞില്ല. ഇസ്രായേലിന് വേണ്ടുന്ന മുഴുവൻ ന്യായപ്രമാണവും ഒന്നിച്ച് ബൾക്കായിട്ട് അങ്ങോട്ട് കൊടുത്തു വിട്ടു. തീർന്നില്ല. റോമർ 10:4 ഒന്ന് വായിച്ചേ. ആ ന്യായപ്രമാണം എവിടെ വന്ന് നിന്നു? വായിക്കാം. റോമർ 10:4. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. ന്യായപ്രമാണം ക്രിസ്തുവിനോട് കൂടി തീർന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാനാ. തീർന്നു.
പിന്നെ അടുത്തത് വന്ന പ്രമാണം കൃപയുടെ പ്രമാണം. യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല കീറി നമുക്കൊരു ജീവനുള്ള പുതുവഴി തുറന്നു. ആ പുതുവഴിയുടെ പേരാണ് ക്രിസ്തീയ ജീവിതം, സഭ. എന്താണ് സഭ? സഭയ്ക്ക് പ്രത്യേകത 3, കാര്യമായ 7 പ്രത്യേകത. 3 പറയാം. ഞാൻ ഡിനോമിനേഷൻ അല്ല പറയുന്നത്. സഭ, ക്രിസ്തീയ സഭ, ഡിനോമിനേഷൻ ഏതുമായിക്കൊള്ളട്ടെ. സഭ 1, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. 16 മത്തായിയുടെ സുവിശേഷം 10:18 ഈ പാറമേൽ ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. എങ്ങനെ? എന്താണ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി? നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടിയുള്ള റോഡ് പബ്ലിക് റോഡ്, എനി വെഹിക്കിൾ ക്യാൻ ഫ്ലൈ ദേർ. പക്ഷേ നമ്മുടെ ഗേറ്റിനകത്തോട്ടുള്ള റോഡ് നമ്മുടെ സ്വകാര്യ റോഡാ. അതിൽ പബ്ലിക്കിന്റെ വണ്ടി കൊണ്ടിടാൻ അനുവാദമില്ല. എന്താണ് സഭ? എങ്ങനെയുണ്ടായി സഭ? അപ്പോസ്തല പ്രവൃത്തി 20:28 വൈ ചർച്ച് ഈസ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ, തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭ. യേശു തന്റെ സ്വന്തം രക്തം കൊണ്ട് മേടിച്ചത്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വേഷം, നിങ്ങളുടെ വാഹനം, ദൈവമക്കളെ, നമ്മുടെ വാച്ച്, വാട്ടവർ, നമ്മൾ ജോലി ചെയ്ത പണം കൊണ്ട് മേടിച്ചതാ. അത് നമ്മുടെ അവകാശമാ. സഭ യേശുവിന്റെ സ്വന്തം രക്തം കൊണ്ട് സമ്പാദിച്ച സ്വകാര്യ സ്വത്ത്. 2, സഭ എഫേസ്യർ 1:22 ഡിനോമിനേഷൻ അല്ല, എക്സ്പീരിയൻസ് ആണ് സഭ. എന്താണ് സഭ? വായിക്കാം. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച്, എഫേസ്യർ 1:22 വായിച്ചു. യെസ്. അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. തല ക്രിസ്തു, ശരീരം സഭ. 3, ക്രിസ്തുവിന്റെ കാന്തയാണ് സഭ. എഫേസ്യർ 5:26 ചർച്ച്, സഭ ക്രിസ്തുവിന്റെ സ്വകാര്യ സ്വത്ത്, സഭ ക്രിസ്തുവിന്റെ ശരീരം. 3, സഭ ക്രിസ്തുവിന്റെ കാന്ത. അത് ഈ ലോകത്തിൽ ജീവിക്കേണ്ടതിന് വേണ്ടുന്ന സകല ഉപദേശവും ആദ്യ കാലത്തിൽ തന്നെ തന്നു. അതാണ് അപ്പോസ്തോലിക സഭ. എങ്ങനെ? എഫേസ്യർ 2:20 ശ്രദ്ധിച്ചോണം. സാത്താൻ പരിപാടി നടത്താൻ പോകുന്നത് കേട്ടോണം. സാത്താൻ പരിപാടി നടത്താൻ പോവുക, നടത്തിക്കൊണ്ടിരിക്കുക. അനേക നിഷ്കളങ്കര് വീഴുക. പക്ഷെ അതിനൊന്നും കർത്താവ് ഉത്തരവാദിയല്ല. വായിക്കാം. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. യെസ്, പ്രവാചകന്മാരെന്ന അടിസ്ഥാനത്തിൽ പണിതപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടുന്ന സകല ഉപദേശങ്ങളും അന്ന് നൽകി കഴിഞ്ഞു. സഭയ്ക്ക് വേണ്ടുന്ന അടിസ്ഥാന ഉപദേശം, യഥാർത്ഥ ഡോക്ട്രിൻ അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ തന്നാണ് സഭയെ വളർത്തുന്നത്. ഈ 2000 വർഷത്തിനിടയിൽ പിന്നെ അത് അമെൻഡ് ചെയ്യാൻ ആർക്കും അധികാരമില്ല. 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ ഉണർവ് പ്രാപിച്ചപ്പോൾ അദ്ദേഹം വചനമൊന്നും മാറ്റിയില്ല. താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ വചനവിരുദ്ധമായിട്ടുള്ള 96 സംഗതികൾ തെറ്റാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതാണ് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിൽ. വല്ലാതെ വിശ്വാസത്താലുള്ള നീതീകരണമാണ് സത്യമെന്ന് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. വിശ്വാസത്താലെ നീതീകരണമുള്ളൂ, യാഗത്തിലില്ല, പണം കൊടുത്താൽ ഇല്ലെന്ന് പുള്ളിക്ക് പിടികിട്ടി. അല്ലാതെ വേറെ ഒന്നും എഴുതി ചേർത്തില്ല. വേറെ ഉപദേശം എഴുതി ചേർക്കാൻ ആർക്കും അവകാശമില്ല. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായമേ ഉള്ളൂ. 22-ാമതൊരു അധ്യായം എഴുതാൻ ഒരു യോഹന്നാനും തമ്പുരാൻ ഏൽപ്പിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ നമ്മൾ വന്നു? ലോകസ്ഥാപനം മുൻപേ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എന്നെയും തിരഞ്ഞെടുത്തില്ലേ? എഫേസ്യർ 4 നമ്മൾ എങ്ങനെ ഇവിടെ വന്നു? ലോകസ്ഥാപനം മുൻപേ നമ്മളെ ക്രിസ്തുവേശുവിൽ കണ്ടു. എപ്പോഴാ? ആദാമ്യ ലോകത്തിന് 6000 വർഷത്തെ പഴക്കം, ഈ ഭൂമിക്ക് 530 കോടി വർഷത്തെ പഴക്കം, ഈ പ്രപഞ്ചത്തിന് 1300 കോടി വർഷത്തെ പഴക്കം. അതിനു മുമ്പ് കണ്ടു. ജെയിംസ് സാറിനെയും തോമസ് മാമനെയും അലക്സ് ബ്രദറിനെയും കുഞ്ഞമ്മയെ അന്നമ്മയെ സ്വർഗത്തിൽ കണ്ടു. ഗൾഫിൽ ജോലി ചെയ്യുന്ന നിങ്ങൾ ഇവിടെ വന്നു, വിവാഹിതരായി കുടുംബജീവിതം ആരംഭിച്ചു. കുറച്ച് പണമൊക്കെ വന്നപ്പം ഭാര്യയും ഭർത്താവും കൂടെ വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് ഇവിടെ ഇരുന്നൊരു ഹുപ്പൂസും നിന്നുകൊണ്ട് പറഞ്ഞു, നമുക്ക് കോഴഞ്ചേരി 10 സെന്റ് സ്ഥലം മേടിക്കണം. മേടിച്ചില്ലേ?
കൈ പൈസയേ ഉള്ളൂ. അവിടെ കോഴഞ്ചേരിയിൽ 10 സെന്റ് സ്ഥലം മേടിക്കണം, ഒരു വീട് വെക്കണം. വീടില്ല, കല്ലിൽ ഒന്നുമില്ല, 4 ബെഡ്റൂം വേണം, കിച്ചൺ പുറകെ വേണം. ഉടനെ അമ്മാമ്മ പറഞ്ഞു അതിനോട് ചേർന്നൊരു വർക്ക് ഏരിയ അവിടെ വേണം ഇല്ലേ. ഉടനെ അച്ചാൻ പറഞ്ഞ കാർ പോർച്ച് അകത്തോട്ട് കയറ്റണം. അവിടെ ഒരു പോർച്ചും ഇല്ല, തെങ്ങുന്നോപ്പാ. ഇത് വേറെ ആരാണ്ടെ കൈ ഇരിക്കുന്ന സ്ഥലമാ അല്ലേ. ഇവരിവിടെ പ്ലാൻ ചെയ്തു, പണം കിട്ടിയപ്പോൾ മേടിച്ചു അല്ലേ. എറണാകുളത്ത് ഇതുപോലെ 530 കോടി വർഷം മുമ്പ് ഈ പ്രപഞ്ചത്തിൽ പ്രൈസ് ദി ലോർഡ് എൽമെന്ന് പറയുന്ന തീകോളം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പേ സ്വർഗം തീരുമാനിച്ചിരിക്കുന്ന ഓരോരുത്തരും എൻ്റെ സന്നിധിയിൽ വരണം. തമ്പുരാൻ തീരുമാനിച്ചു. അതിനൊരു ചാനൽ ഉണ്ടാക്കി. ആ ചാനലിന്റെ പേരെന്നാണെന്നറിയാവോ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പാരമ്പര്യമല്ല, മിടുക്കല്ല, കഴിവല്ല, വിദ്യാഭ്യാസമല്ല, അർഹിക്കാത്ത ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിച്ചു. കൃപയെന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യേക ഒരു ഗിഫ്റ്റ്. ആ കൃപ അത് നമ്മൾ രക്ഷിക്കപ്പെടാൻ കിട്ടിയതാ. പൗലോസ് പറഞ്ഞ എങ്കിലും ഞാനായിരിക്കുന്നത് കൃപയാലത്രേ. എനിക്ക് ഈ അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ഞാൻ ഉപദ്രവിച്ച് നടന്നവനാ. നിങ്ങൾക്കൊക്കെ അറിയാം, ഉപദേശിയെ കല്ലെറിഞ്ഞപ്പോൾ ഉടുപ്പ് സൂക്ഷിച്ചവനാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കൃപയാല. എന്താ ഞാൻ പിടിച്ചു നിൽക്കുന്നത്? ശ്രദ്ധിച്ച്, വചനവിരുദ്ധമാ വരുന്നു പുറകെ. സ്തോത്രം. കടലിനടിയിൽ ഇറങ്ങാം, ദേഹം നനയാതിരിക്കാനും സോഡിയം ക്ലോറൈഡ് കൂടുതൽ ദേഹത്ത് പറ്റാതിരിക്കാനും വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ഇടാം. അതിട്ടാ ദേഹം നനയത്തില്ല. അതിനാ മുങ്ങൽ വിദഗ്ധർ ധരിക്കുന്നത് സൗന്ദര്യം കൂട്ടാനല്ല, ശരീരത്തിന് ആഘാതം വരാതിരിക്കാൻ വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് താഴെ പോകും ഇല്ലേ. ഇതുപോലെ പാപം ചെയ്യാനുള്ള വാട്ടർ പ്രൂഫ് ജാക്കറ്റ് അല്ല കൃപ. പ്രൈസ് ദി ലോർഡ്. എന്നാ പാപം ചെയ്താലും കൃപയെന്ന് പറഞ്ഞ് ഉടുപ്പിട്ടാൽ മതി, ഒരു കുഴച്ചിലുമില്ലെന്ന് പറയുന്ന ഒരു കാലത്താണ് നിങ്ങളും ഞാനും നിൽക്കുന്നത്. അപ്പോൾ ഓർത്തോളം, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഏൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം, അതിൽ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. ഇങ്ങനെയൊക്കെ പോയ കർത്താവിന് ഉത്തരവാദിത്വം ഒന്നുമില്ല. വായിച്ചേ മത്തായി 7:21 വായിച്ചേ, വളരെ വ്യക്തമാ. ഹല്ലേലൂയ. നമ്മൾ എവിടെയെല്ലാം സൂക്ഷിക്കണം, എങ്ങനെയെല്ലാം നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒന്ന്, പരീക്ഷയിൽ അകപ്പെടരുത്. എവിടുന്നെല്ലാം പരീക്ഷ? വചനത്തിൽ കൂടി നമ്മളെ വീഴിക്കാൻ നോക്കും. വിരുദ്ധ ഉപദേശങ്ങൾ, വചനവിരുദ്ധ ആശയങ്ങൾ. പ്രാർത്ഥിച്ചിരുന്നാൽ തിരുവചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടും. പുതിയ തിയോളജി കണ്ടുപിടിക്കുവാൻ സ്വർഗം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ദൈവസഭയ്ക്കുള്ള ഉപദേശം അപ്പോസ്തോലിക കാലത്ത് തന്നെ കർത്താവ് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനെ വേണമെങ്കിൽ നമുക്ക് റിസർച്ച് ചെയ്തതിന്റെ ഭംഗിയെടുക്കാം. അതിൻ്റെ കൂടെ തോമാച്ചന്റെ വീതം കൂടെ എഴുതി ചേർക്കാൻ സിസ്റ്റമില്ല. വായിച്ചേ മത്തായി 7:20. ഇന്ന് ക്രൈസ്തവ ലോകത്തെ തകർക്കുന്ന പരിപാടിയാ. അറിയാവോ? പഴയ ഗ്രീക്ക് തത്വം, സാത്താന്റെ പഴയ ആയുധം. ഇന്നും അത് തന്നെ. ഗ്രീക്ക് തത്വം എന്നാ അറിയാവോ? ശരീരം പാപം ചെയ്താലും മനസ്സ് സൂക്ഷിച്ച് അവൻ രക്ഷപ്പെട്ടു. ഇതാ ഗ്രീക്ക് തിയോളജി. അതാ വെച്ച് അടിച്ചോണ്ടിരുന്ന. അത് തന്നെയാ ഇപ്പോഴും സാത്താൻ ഉപയോഗിക്കുന്നത്. ഏത് തെറ്റും ചെയ്തോ നീ കൃപയിൽ നിന്നാ മതി. സംഗതി മാർഗ ഗൗരവമായതേ. അടുത്ത വാക്യം വായിച്ച മത്തായി 7:21. എന്നോട് കർത്താവേ കർത്താവേ. വിജയകരമായ ക്രിസ്തീയ ജീവിതമാണ് നമ്മുടെ വിഷയം. ആരാധിക്കുക, സ്തുതിക്കുക, സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം വചനവിരുദ്ധമായ പരിപാടി കേട്ട ഇന്ത്യയൊക്കെ പുറകെ പോയ തമ്പുരാൻ ഉത്തരവാദിത്വമൊന്നുമില്ല. വായിച്ച്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അടുത്ത വാക്യം, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കും. കർത്താവ് തീർത്തു പറഞ്ഞ അന്തേ വന്നിങ്ങോട്ട് പറയും, നിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു. അടുത്തത് കേട്ടോ, നിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കി. ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ലേ. അടുത്ത വാക്യം, നിന്റെ നാമത്തിൽ വളരെ ചെറിയ വീര്യപ്രവൃത്തിയൊന്നുമല്ല, വളരെ വീര്യപ്രവൃത്തി ചെയ്യും. ഇതെല്ലാം ചെയ്യും. അടുത്ത വാക്യം, ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. പലരും പറയും, ഞങ്ങൾ ഇതൊക്കെ ചെയ്തില്ലേ. ആരോ ഇത് അറിഞ്ഞുകൊണ്ടൊരു പാട്ട് എഴുതി, നിന്റെ പേര് ഞങ്ങൾ ഇറക്കുന്ന വേലകളെന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തില്ലേ. അടുത്ത വാക്യം കേട്ടോ, അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, അതിന് കർത്താവ് കൊടുത്ത വാക്ക് കേട്ടോണം. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ ബോർഡർ വിട്ട് വരുന്ന ഒരു ഉപദേശം
പൗലോസ്ലീഹ പറഞ്ഞ പോലെ ദൂതം പറഞ്ഞാൽ പോലും തോമസ് വാമൻ പ്രസംഗിച്ചാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. ആര് പ്രസംഗിച്ചാലും വചനത്തിനകത്തില്ലാത്ത ഏത് ഉപദേശമുണ്ടോ അതിനെ സൂക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കുള്ളതാ. ലോകസ്ഥാപനം മുൻപേ നിത്യതയിലേക്ക് തെരഞ്ഞെടുത്തിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നൽകി, പ്രാർത്ഥനയ്ക്ക് ഉത്തരവും നൽകി, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയെ നിർത്തുമ്പം വഴിയോര കച്ചവടക്കാരൻ പല വേഷത്തിൽ വരും. നിരീശ്വരന്മാരെ കൊണ്ടല്ലെന്ന തലവേദന. നോ, ക്രിസ്തീയ വിരോധികളെ കൊണ്ടല്ല തലവേദന. അന്ത്യകാലമാ. വായിച്ചേ, കാരണം എന്നാണെന്നറിയാവോ? പത്രോസിന്റെ 3:3 സംഗതി. പത്രോസിന്റെ 3:3 പത്രോസ്, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദാനം എവിടെ? വായിച്ചേ. ആ കമ്പ്യൂട്ടർ വെച്ചായിരുന്ന സ്പീഡിൽ തകർത്താൻ നമുക്ക് ഇടയ്ക്ക് കുഴപ്പം വരുമെന്നേ ഉള്ളായിരുന്നു. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. ഇതിന്റെയൊക്കെ കാരണം കണ്ടോ? ഒന്നുകൂടെ വായിച്ചേ. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദാനം എവിടെ? വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? യെസ്. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് അവരുടെ പരിപാടി ഏതാ? സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളാനല്ല, വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. ഇന്നിതല്ലേ നടക്കുന്നത്? ഈ മനോഹരമായ ലോകം പോകുമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അല്ലേ എന്നിപ്പോ ചിന്തിക്കുന്ന ആളുകളില്ലേ? ഇതൊന്നും തീരത്തില്ല, ഇതെല്ലാം ഇങ്ങനെ നടക്കും. ഞാനും ദേവദാസനോട് പരമായി ചിന്തിച്ചു, ഈ ലോകത്തിന്റെ മനോഹരത കണ്ടിട്ട് ഇതെല്ലാം കൂടെ താഴെ പോകുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? യെസ്. ഇതെല്ലാം സയൻസ് പറയുന്നു 2030 കാലിഫോർണിയ 4.5 കിലോമീറ്റർ താഴെയുള്ള പെസഫിക് സമുദ്രത്തിന് അടിയിൽ പോയി കിടക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. അന്നേരം ഈ പുള്ളികൾ പറഞ്ഞത് അതൊന്നും നടക്കുകയല്ല. നീ എവിടെ നിൽക്കുന്ന ലോകം? സ്വന്തം ധനമോഹത്തിന് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി വചനത്തെ കോട്ടിപ്പറഞ്ഞ് ഉപദേശത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് ജനത്തെ മാറ്റുന്ന ഇന്ന് അവരിൽ നിന്നാണ് ക്രൈസ്തവ ലോകത്തിന് പ്രശ്നം. സാത്താൻ അതാണ് പൗലോസ്ലീഹ പറഞ്ഞ അകത്ത് യുദ്ധം പുറത്ത് യുദ്ധം. അകത്ത് യുദ്ധം. വേദപുസ്തകത്തെ കോട്ടി പ്രസംഗിക്കുന്ന പ്രസംഗകർ ഇറങ്ങിക്കഴിഞ്ഞു. വെറും പ്രസംഗമല്ല, അവർ അത്ഭുതങ്ങൾ ചെയ്യും, അവർ അടയാളങ്ങൾ ചെയ്യും. കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വന്നിട്ട് കഴിയുമെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് കർത്താവ് പറഞ്ഞത് നടന്നുകൊണ്ടിരിക്കുന്ന ലോകമല്ലേ? നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നില്ലേ? ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നില്ലേ? പക്ഷെ അതിനകത്ത് ഉപദേശത്തിന് വ്യത്യാസമുണ്ടോ? ഹല്ലേലൂയ. ദൈവമക്കളെ, സ്വർഗത്തിന് ഉത്തരവാദിത്വമില്ല ആ കാര്യത്തിൽ. കാരണം 3 പവർ നമുക്ക് തന്നിരിക്കുന്നത് ഇതിനെയൊക്കെ അതിജീവിക്കാനാ. ലോകത്തിലെ ഒരു സൃഷ്ടിക്കും ഇല്ലാത്ത 3 പവറാ ആർക്കെ? മനുഷ്യന് തന്നിരിക്കുന്നത്. നമുക്ക് 4 പവറും. ആനയ്ക്കും കടുവായ്ക്കും പുലിക്കും ഇല്ലാത്ത 3 പ്രത്യേകത. 1 തിങ്കിങ് പവർ, 2 ടോക്കിംഗ് പവർ. വേറെ വല്ലവർക്കും ഉണ്ടോ സംസാര ശക്തി മനുഷ്യനല്ലാതെ? എന്നാ നല്ല പോലെ ഞാൻ വാസ്തവത്തിലിരുന്ന് പാട്ട് എൻജോയ് ചെയ്യുകയായിരുന്നു. നല്ല മനോഹരമായ പാട്ടാണ് അവർ പാടിയത്. അവരാ പാടാൻ എന്തെല്ലാം ഉപയോഗിച്ചു? 6 പല്ലിൻ്റെ ഓരോ സൈഡ്. മുഴുവൻ നാക്ക് ഉപയോഗിച്ചില്ല. അല്ലേ അവർ പറയട്ടെ? നാക്കിൻ്റെ എഡ്ജ് സംബന്ധി ആയിരിക്കുന്ന പോലെ അല്പം ഉമിനീരും ശകല ഓക്സിജനും. എന്നാ മനോഹരമായി പാടിയില്ലേ? ടോക്കിംഗ് പവർ. കാക്ക നോക്കിക്കേ, ആയുഷ്മൻ കാക്ക എന്നല്ലാതെ തല്ലിക്കൊന്ന് അത് കീക്കിന്ന് പറയത്തില്ല. അതാണ് ടോക്കിംഗ് പവർ. അടുത്തത് തിങ്കിങ് പവർ, ചിന്തിക്കാനുള്ള കഴിവ് തമ്പുരാൻ തന്നതാ. അടുത്തത് മെമ്മറി പവർ, ഓർമ്മശക്തി. എത്ര ആഴമാ, നമുക്ക് അങ്ങോട്ട് കയറുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, 1 വർഷം കൊണ്ട് നമ്മുടെ ബോഡി മാറുന്നു. പക്ഷേ 10-40 വർഷം മുമ്പുള്ള അനുഭവങ്ങളിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആദ്യമേ ദുബൈ വന്ന് പ്ലെയിൻ ഇറങ്ങിയപ്പോൾ കാലൊന്ന് വിറച്ചത് ഇപ്പോഴും ഓർമ്മയില്ലേ? ഇല്ലേ? അന്നത്തെ ശരീരം കൊണ്ട് ഇവിടെ ആരും ഇരിപ്പില്ല. പണ്ട് കല്യാണത്തിന് കരഞ്ഞോണ്ടിറങ്ങിപ്പോയ സഹോദരിമാർ ഇവിടെ ഇരിപ്പില്ലേ? ഇന്നത്തെ പെൺപിള്ളേർ ചിരിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു നാണം വരുന്നില്ലേ? അന്ന് കരഞ്ഞോണ്ടിറങ്ങിപ്പോയ ശരീരമായിട്ട് ആരും ഇല്ല. അന്ന് കല്യാണത്തിന് താലി കെട്ടിയപ്പോൾ കൈ വരച്ച പുള്ളികൾ ഇവിടെ ഇരിപ്പില്ലേ? ആ കൈ അല്ലിന്നേ. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം പോയി ദേശാടന കിളിയെ പോലെ വിതിൻ 1 ഇയർ
120 ദിവസത്തിൽ കൂടുതൽ ഒരു കോശം ജീവിക്കത്തില്ല, ജീവിക്കാൻ ഒക്കത്തില്ല. തമ്പുരാൻ വെച്ചതാ. കോശം, സെല്ല്, ഫാറ്റ്, ഷുഗറ്, ഇതെല്ലാം കൂടെ ചേർന്ന വേറെ ഒരു സാധനത്തിനാ കൊഴുപ്പ്, പഞ്ചസാര, ഇതെല്ലാം കൂടെ ചേർന്നതാ സെല്ല്. അത് 100 കൊല്ലമൊന്നും ഇരിക്കത്തില്ല. ഒരു വർഷം കഴിഞ്ഞാണ്ടത്തെ ശരീരം, കഴിഞ്ഞാണ്ട് ഞാനോടൊന്ന് പ്രസംഗിച്ചതാ. ആ ശരീരം കൊണ്ടല്ല തോമസമാവൻ നിൽക്കുന്നത്, അറിഞ്ഞില്ല, അതെല്ലാം മാറിപ്പോയി. പക്ഷേ ഓർമ്മ 10-60 വർഷം നമ്മൾ എവിടുന്ന് വന്നു? മനുഷ്യൻ്റെ കഴിവുണ്ടോ? ലോങ് ടൈം മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി. ഇവിടെ ഇരിക്കുന്ന അലക്സ് ബ്രദറിൻ്റെ ഫാദറെ ഞങ്ങൾ വിളിക്കുന്ന അബ്രഹാം സാറിനാ, ഒലിവറ്റത്തെ അപ്പച്ചൻ, 94 വയസ്സുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ ഞാൻ സംസാരിക്കുന്നത് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? 10-85 വർഷം മുമ്പുള്ള കാര്യം അദ്ദേഹം പറയും. അത് കേൾക്കാൻ തന്നെ പോയിരിക്കും. അന്നത്തെ ബോഡിയും കൊണ്ടല്ല അദ്ദേഹം നടക്കുന്നത്, അതെല്ലാം പോയി. അപ്പോൾ ഈ ഓർമ്മ എവിടുന്ന് വന്നു? തമ്പുരാൻ തന്ന ശക്തി കണ്ടോ? നമ്മുടെ ശരീരത്തിൽ 2 സ്ഥലത്താണ് ഓർമ്മ വെച്ചിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്കറിയാം, മെഡിക്കൽ സ്റ്റാഫാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? നിങ്ങളൊന്ന് സഹകരിച്ച്, എവിടെയാണ് ഓർമ്മ ഇരിക്കുന്നത്? പഠിച്ചിട്ടുള്ളതല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹിപ്പോകാമ്പസിനകത്ത് ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി അവിടെ അല്ല, പതിപ്പിക്കേണ്ടതല്ല, അങ്ങ് നിയോകോർട്ടക്സിൽ കൊണ്ട് വെച്ചിരിക്കുക, അവിടെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. പക്ഷെ പിന്നെ ഒരു കാര്യം, പ്രായമാകുമ്പോൾ അവിടെ ശകലം തേയും, എന്നാൽ ചില ഓർമ്മക്കുറവ് വരും. ഹിപ്പോകാമ്പസിനകത്തെ നിയോകോർട്ടക്സിൽ കൊണ്ടുവയ്ക്കുന്ന ലോങ് ടൈം മെമ്മറി പ്രായമാകുമ്പം DNA-യുടെ അറ്റത്ത് തൊപ്പി പോലൊരു സാധനമുണ്ട്, ടെലിമിറിൻ. അത് ഈ കറിക്കത്തി തേയുന്ന പോലെ പ്രായമാകുമ്പോൾ ശകലം തേയുമ്പം ഇച്ചിരി ഓർമ്മക്കുറവ് വരും. അന്നേരം കാപ്പിയും കൊണ്ട് അമ്മാമ്മയിലും അച്ചാൻ ചോദിക്കും, നീ ഏതാടി? അന്നേരം അമ്മാമ്മ ചൂടാ, ഇതിയാൻ ഞാൻ 10-40 വർഷം വെച്ച് വിളമ്പിയിട്ട് ഒരു നന്ദി പോലും ഇല്ലാത്ത മനുഷ്യല്ലേ. അതല്ല, അത് പ്രായം കൊണ്ട് ലോങ് ടൈം മെമ്മറി ശകലം പോയതാ. എന്നാലും മെമ്മറി പവർ, തിങ്കിങ് പവർ, ടോക്കിംഗ് പവർ എല്ലാ മനുഷ്യർക്കും, ദൈവമക്കൾക്കോ 4ാമത് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഈ 4 ശക്തി തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കാര്യങ്ങൾ വിവേചിക്കാനാ. കാര്യങ്ങൾ വിവേചിക്കാനാ. ഉപദേശത്തിനകത്ത് വരുന്ന യാതൊരു മാലിന്യവും സ്വീകരിക്കാൻ പാടില്ല. അത് കേൾക്കുമ്പോഴേ ഓർത്തോണം, ഇത് കള്ളനാണയമാണ്. കാരണം വരുന്ന അതിൻ്റെ ആശാൻ പുറകെ വരുന്നു, വേറൊരുത്തം വരുന്നു, ഞാനാ ദൈവം എന്ന് പറഞ്ഞ് ഒരുത്തിന് ആളിറങ്ങി ഇങ്ങോട്ട് വരിക. അവൻ്റെ മിലിറ്ററി തുടങ്ങി, അവൻ്റെ മിലിറ്ററി ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ നാളെ കഴിഞ്ഞ് ചിന്തിക്കും. അവൻ്റെ മിലിറ്ററി വരെ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്ര അവനെ വരിക. അതുകൊണ്ടാണ് ഈ ക്രൈസ്തവ ഗോളത്തില്ലാതെ വേറെ ഒരു ഗോളത്തിലും ഒരു മതത്തിലും ഇത്ര ദുരുപദേശം കയറുന്നില്ല. എന്തിന്? കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന സാത്താൻ. അപ്പോൾ നമ്മൾ പ്രശ്നത്തെ നമ്മൾ നേരിടാൻ പോകുക. ഒന്ന്, ലോകത്തിന്റെ പാർട്ടാണ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. ഒരുപാട് ടെംപ്റ്റേഷൻ നമുക്ക് വരും. ആ ടെംപ്റ്റേഷൻ വരുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കണം. അതിനാണ് തിരുവചനം പഠിക്കേണ്ടത്. തിരുവചനം പഠിച്ച് നമ്മളെ ബലപ്പെടണം. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമാ. അതെല്ലാവർക്കും കാണാതറിയാവുന്ന തീയും കൊണ്ടാണ് നടക്കുന്നത്. എല്ലാവരും ഇല്ലാതെ ജീവിക്കാനൊക്കെ, തീയില്ല, കുക്കിംഗ് ഇല്ല. പക്ഷെ തീ കൂടിയാൽ ബേണിംഗ് ഇല്ലേ? അറിയാമല്ലോ തീ. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് അടുത്ത ഏറ്റവും വലിയ പരിപാടി നാവിനെ കൺട്രോൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. കുടുംബജീവിതം തകരുന്നത് എങ്ങനെയാ? ഫാമിലി പ്രോബ്ലം ഉണ്ടാകുന്നത് എങ്ങനെയാ? ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം എങ്ങനെയാ? എന്തുകൊണ്ട് വഴക്കുണ്ടാകുന്നു? വൈ ഡിവേഴ്സ് ഇൻക്രീസിങ്? മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ട് പോകുന്നു? മേലധികാരിയും സബോർഡിനേറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് മാറുന്നു? ഒറ്റ കാരണം, പ്രധാന കാരണം നാവേ. നമുക്കിതറിയാം, തീയില്ലാതെ പറ്റത്തില്ല. പക്ഷെ തീ കൺട്രോളബിൾ അല്ലെങ്കിൽ അപകടം. ക്രിസ്തീയ ജീവിതം വിജയിപ്പിക്കണോ? നാവിനെ കടിഞ്ഞാലിട്ട് സൂക്ഷിക്കണം. നാവിന് ഭാര്യാഭർത്തൃ ജന്തം. എനിക്ക് ഈ ഫാമിലി ലൈഫ് എന്ന് പറയുന്ന വാസ്തവത്തിലുണ്ടല്ലോ, അതെന്നാന്നറിയാവോ? അതൊരു കെമിസ്ട്രിയാ. ഭാര്യയും ഭർത്താവും എന്നുള്ള ജീവിതം വിജയിക്കുന്ന ഒരു സ്പിരിച്വൽ കെമിസ്ട്രിയാ. അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിച്ചുള്ള സഹകരണം കാണുമ്പോൾ അത് തെറ്റിയ ഫിസിക്സ് ആകുകയില്ല, മാത്തമാറ്റിക്സ് ആകും. അവിടെ അടി. ആദ്യം നല്ല കെമിസ്ട്രിയാ, സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ. കാല് തിരുമ്മി കൊടുക്കും, തിരിച്ച് കാല് തിരുമ്പോ അതൊക്കെ റെഡി. തെറ്റിക്കഴിയുമ്പോഴോ ഫിസിക്സ് ആകുകയില്ല, പിന്നെ മാത്തമാറ്റിക്സ്. നീ എന്നാ ഇങ്ങോട്ട് കൊണ്ടുവന്ന 7 ലക്ഷം രൂപ കൊണ്ടുവന്നു അല്ലേ? അത് 2 ലക്ഷവും നിന്റെ ആൾക്കാർ തീറ്റ തീർത്തു.
ബാക്കി 5 ഉണ്ടായിരുന്നു. നമ്മൾ ആ കൊടൈക്കനായി പോയ വഴി 1 പോയി, പിന്നെ ബാക്കി 3 വെച്ചാൽ നീ വാചകം ഇടിക്കുന്നത് കണ്ടോ? മാത്തമാറ്റിക്സ്. ഉടനെ അവള് പറയും, എൻ്റെ 7 തന്നതിൻ്റെ 4 കൊണ്ടാണ് നിന്റെ വീടിൻ്റെ ഫ്രണ്ടല്ല ഈ പണി ഒപ്പിച്ചു വെച്ചത്, എൻ്റെ അപ്പം കണ്ട കാശ. സത്യമാണോ? ശരിയാണോ? ഇതിൻ്റെയൊക്കെ കാരണം ഈ തീയല്ലേ? അതിന് പകരം സ്വോത്രം എന്ന് പറഞ്ഞ് നോക്കിക്കേ. ദൈവദാസന്മാരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരൊന്ന് അനുസരിച്ചൊന്ന് നോക്കിക്കേ, ഒരു ദോഷവും വരത്തില്ല. നിങ്ങളെ നടത്തുന്നവരെ അനുസരിക്കണം, അവര് നിങ്ങളെ അനുസരിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. അവരെ നടത്തുന്ന മൂപ്പന്മാരെ, നടത്തുന്ന ദൈവദാസന്മാരെ അനുസരിച്ച് നോക്കിക്കേ, സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അനുസരണം. മാതാപിതാക്കൾ കുടുംബത്തിൽ സ്വർഗം ആരംഭിക്കണം. വി ഷുഡ് സ്റ്റാർട്ട് ഹെവൻ ഇൻ അവർ ലൈഫ്, ഇൻ അവർ ഫാമിലി. നമ്മുടെ വീടൊരു സ്വർഗമാകണം. അതിന്റെ ഏറ്റവും നല്ലത് ഈ തീ സൂക്ഷിക്കണം. ദൈവമക്കളെ, വേദശാസ്ത്രത്തിന്റെ അടിയിലോട്ടൊന്നും ഇറങ്ങണ്ട, അതൊക്കെ നല്ലതാ. നമ്മുടെ നാക്ക് നല്ലതായിരിക്കണം. ഒരു ശകലം കുറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല. ഒരു ശകലം നമുക്ക് വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. എൻ്റെ നാവ് എൻ്റെ ഭാര്യയ്ക്ക് ഇടർച്ചയാകത്തില്ല, എൻ്റെ നാവ് എൻ്റെ ഭർത്താവിന് ഇടർച്ചയാകത്തില്ല, എൻ്റെ നാവ് എൻ്റെ സുപ്പീരിയറിന് ഇടർച്ചയാകത്തില്ല, എൻ്റെ നാവ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇടർച്ചയാകത്തില്ല. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. കർത്താവ് പറഞ്ഞ വാക്ക നാവേ. നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. യാക്കോബിനെ കുറിച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാവുന്ന. എങ്കിലും ശ്രദ്ധിക്കണേ, നാവേ. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാക്ക. ഒരു വാക്ക് വി ക്യാൻ ബ്രോഡ്കാസ്റ്റ്, വെളിയിലോട്ട് വിടുക, തിരിച്ചെടുക്കാനൊക്കത്തില്ല. പറയുന്ന ഒരു വാക്ക് പോലും തിരിച്ചെടുക്കാനൊക്കത്തില്ല. ഓരോ വാക്കും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വോക്കൽ ശബ്ദത്തെ നിയന്ത്രിക്കാൻ സാത്താൻ നോക്കും. ഒരിക്കലും പാടില്ല. നമ്മളോട് പറയും, നിന്റെ ഡിഗ്നിറ്റിക്ക് കൊട അവനിട്ട് 2, അവക്കിട്ട് 2, അത് കൊടുക്കാനുള്ളതല്ല നാക്ക്. പ്രൈസ് ദി ലോർഡ്. ശരിയല്ലേ യാക്കോബ് പറയുന്നത്? ഒരേ നാക്കിൽ നിന്ന് സ്തോത്രം പറയും, മറ്റുള്ളവരിൽ നിന്നും വിളിക്കും. നാക്കൊന്ന് ഇതെങ്ങനെ വരുമെന്നുള്ളതാ. അപ്പോൾ ഓർത്താണ് ഇതിന്റെ പുറകിൽ ഒരു പാമ്പാട്ടി ഇരിപ്പുണ്ട്, സാത്താൻ. അല്ലേ? ദൈവത്തെ സ്തുതിക്കുന്ന നാക്കൊണ്ടാകാത്ത ഒറ്റ വാക്ക് പറയരുത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന നാവുള്ളവരാ. ആ നാവിന്റെ പേരാ സ്വർണ്ണനാവ്, ഗോൾഡൻ ടങ്. അന്യഭാഷയല്ല, അത് വേറെ. ഇത് സ്വർണ്ണനാവ്. ദൈവത്തെ സ്തുതിക്കുന്ന നാക്ക. അതിനകത്തുനിന്ന് ഒരു വാക്ക് വരുത്താൻ സാത്താൻ നോക്കും. അവനത് മതി, അവനത് സബ്മിറ്റ് ചെയ്യും. സ്വർഗത്തിൽ കൊണ്ട് കാണിക്കുന്നത്, നീ വലിയ അനുഗ്രഹമൊക്കെ കൊടുത്ത് പറഞ്ഞ കേട്ടോ. ക്രിസ്തീയ ജീവിതം വിജയിപ്പിക്കണോ? ഉറക്കം വരുന്നവർ മാത്രം കരങ്ങളെ കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചേ. ഒരാളെ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചേ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളുടെ പൾസ് കണ്ടാ അറിയാം. പ്രൈസ് ദി ലോർഡ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കണം. 2, നമ്മുടെ നാവിനെ നമ്മൾ വളരെ കെയർഫുൾ ആക്കണം. 3, വചനവിരുദ്ധമായ ഉപദേശങ്ങൾ ഇനിയും ധാരാളം വരും. ഏറ്റവും നല്ല മാർക്കറ്റാണ് ദുബൈ. അതിന് ഇഷ്ടം പോലെ പുതിയ ചരക്കുകൾ ഇറങ്ങി വരും. ഞാനൊരു വ്യക്തിയല്ല പറയുന്നത്, ഒരു സമൂഹത്തെ അല്ല പറയുന്നത്. വചനവിരുദ്ധമായ ആശയങ്ങളും ആവിഷ്കാരങ്ങളും കൊണ്ടുവന്നാൽ തിരുവചനത്തോട് ചേർക്കാൻ ആർക്കും അവകാശമില്ല. പുതിയ ഉപദേശം ആരും കണ്ടുപിടിക്കാനൊക്കത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിനുള്ള അധ്യായം മതി. അതിനപ്പുറത്ത് തിയോളജി പഠിച്ചിട്ട് 25-ാം അധ്യായം എഴുതാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലരുടെ പ്രവൃത്തി അവിടെ തീർന്നു. ഞങ്ങൾ തുടരുക എന്ന് പറഞ്ഞത് 30-ാം അധ്യായം എഴുതാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതവിടെ തീർന്നെങ്കിൽ ഈ പുസ്തകത്തിലെ ഏതെങ്കിലും കൂട്ടിച്ചേർക്കുന്നവൻ ആരാന്നാ? അവൻ ശപിക്കപ്പെട്ടവനാണെന്നാ. അന്നത്തെ ഉപദേശം അപ്പോസ്തോലിക കാലത്തെ ഇസ്രായേലിന് വേണ്ടി അന്ന് മുഴുവൻ ലോയും കൊടുത്തതുപോലെ ക്രിസ്തുവാകുന്ന പാറമേൽ സ്ഥാപിച്ചിരിക്കുന്ന സഭയ്ക്ക് വേണ്ടുന്ന ഉപദേശം അന്ന് നൽകിയിട്ടുണ്ട്. റിസർച്ച് ചെയ്യാം, അതൊക്കെ ഒന്നും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ചേർക്കാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ സാത്താൻ കൊണ്ടുപോകും ലോകം. അടുത്തത്, സമയം പോയല്ലോ, അടുത്തത് അല്പം ശാസ്ത്രീയമാണ്, നമുക്ക് നാളെ ചിന്തിക്കാം. കയോട്ടിക് ആക്ഷൻ നമുക്ക് നാളെ ചിന്തിക്കാം. നിങ്ങൾ കമ്പ്യൂട്ടറുള്ളവർ നോക്കിച്ച് വരണം. ഏതാ കയോട്ടിക് ആക്ഷൻ എന്ന് പറയുന്നത്? സ്പിരിച്വൽ ആക്ഷൻ ആണോ നമുക്ക് നോക്കണം. അത് നമ്മളെ വീഴിക്കാൻ ശ്രമിക്കും. അതിൽ നമുക്ക് ബലപ്പെടണം. കാലം ഇവിടെ തീരാൻ പോവുക. ഞാൻ ഒരിക്കൽ കൂടി പറയുക, നമ്മൾ വ്യാഴാഴ്ചനെ കുറിച്ച് വളരെ ചിന്തിക്കും. സമയം ഉണ്ടെങ്കിൽ തീരുന്നൊരു കാലത്ത് നിൽക്കുക. സംഗതി എല്ലാം മാറുക. ലോകത്തിന്റെ എന്തുകൊണ്ട് എക്കണോമി തകരുന്നു? $115 കിടന്ന ഓയിൽ വില 45 താണോ? സംഗതി മാറിയോ? ലോകത്തിന്റെ എക്കണോമി കൂമ്പ് കുത്തുന്നത് കണ്ടോ? എന്തുകൊണ്ട് എക്കണോമി കൂമ്പ് കുത്തുന്നു? പ്രൊഡക്ഷനിലായിട്ടാണോ? അല്ല, മുഴുവൻ ഒരുത്തന്റെ കയ്യിലോട്ട് പോകാൻ പോവുക.
അവനും എത്തിക്കഴിഞ്ഞു സ്വീകരിക്കാൻ. അവനും ഉണ്ട് വല്ലച്ചാതി ഈ ഗുണം ഇതെല്ലാം ഒന്ന് പോയി കിട്ടിയാൽ കൊള്ളാം. ഏതാ നമ്മളെ പോയാൽ അവൻ്റെ ഇത് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നത് അവനും ഉണ്ടായിരിക്കും ആമയും കർത്താവേ വേറെ ഇതിനെല്ലാം കൊണ്ടുപോയാൽ എൻ്റെ ഈ ലോകം കിട്ടുമല്ലോ. പ്രൈസ് ദി ലോർഡ്. അത്രമേൽ വളരെ ഗൗരവത്തിൽ നമ്മൾ നിൽക്കുക. ആ കാലഘട്ടത്തിൽ ദൈവമക്കളെ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഒരിക്കലും നിങ്ങൾ പ്രശ്നത്തെ കണ്ട് ഭയപ്പെടരുത്. ഡോണ്ട് വറി അബൌട്ട് യുവർ പ്രോബ്ലം. നമ്മുടെ വിഷയം അതല്ല. പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടരുതേ. പ്രശ്നങ്ങളെ ചലഞ്ചായിട്ട് സ്വീകരിക്കണം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. പല മതിലുകൾ നമ്മുടെ മുമ്പിലുണ്ട്, പല പടക്കൂട്ടങ്ങൾ നമുക്കെതിരായിട്ടുണ്ട്. അതെല്ലാം റിയാലിറ്റീസ് ഓഫ് അവർ ലൈഫ്. അതിനെ മുഴുവൻ പുറകോട്ട് ഓടാൻ തമ്പുരാൻ പറഞ്ഞിട്ടില്ല. നീ നിന്നാൽ, ബൈ യു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ ചാടിക്കിടക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു വരും, നിന്നാൽ ഞാൻ മതിൽ ചാടും. എത്ര മതിൽ കെട്ടിയിട്ടുണ്ടെന്ന് അറിയാവോ? ഏതാ ഈ മതിലേ? ആത്മീയമായി ഉയരാതിരിക്കേണ്ട മതിൽ, ജോലിയിൽ മുന്നേറ്റം വരാതിരിക്കാൻ ശത്രു ദൈവമക്കളുടെ മുമ്പിൽ കെട്ടുന്ന മതിൽ. അത് ഇടിക്കാൻ നീ ബന്ധപ്പെടണ്ട. തമ്പുരാൻ പറയുമ്പോൾ അതിനെ ബത്സിച്ചാൽ ആ മതിലിടിഞ്ഞ് താഴെ വീഴും. There is a time appointed by God to demolish that wall. അത് തകർക്കാൻ തമ്പുരാൻ ഒരു മതിൽ സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിന്നോട് പറയും, നീ ഹല്ലേലൂയ ഡിക്ലെയർ ചെയ്യാൻ പറയും. അപ്പോൾ അത് താഴെ വീഴും. അതിന് മുമ്പ് കയറി ഇടിക്കരുത്. ആ മതിലിടിക്കാൻ ഒരു ടൈമുണ്ട്. ജോലിക്കെതിരെ മതിൽ കെട്ടും. പക്ഷെ ഇതൊന്നും കണ്ടാരും ഭയപ്പെടരുതേ. അതെന്തിനാണെന്നറിയാമോ? അത് ഇടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും എൻ്റെ കർത്താവിന് എന്നോടുള്ള കരുതൽ എത്ര. അതിനാണ് ഈ മതിലിടിച്ചാലുള്ള ഗുണം. നമ്മൾക്ക് വേണ്ടി കരുതുന്ന കരുതൽ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം ഇതുപോലെ കരുതുന്നൊരു ദൈവം എവിടെ ഉണ്ട്? കയ്യിലിരിക്കുന്ന ചെറിയൊരു മൊബൈലിനകത്ത് എന്തെല്ലാം കരുതലായെങ്കിൽ തമ്പുരാൻ്റെയിലോ എന്തെല്ലാം കരുതല. ഈ സൂത്രത്തിനകത്തിരിക്കുന്ന പോക്കറ്റിനകത്തിരിക്കുന്ന ആ കുഞ്ഞു പുള്ളി എന്തെല്ലാം കരുതി വെച്ചു. 1000 ഫോൺ നമ്പരും വിളിച്ച സമയവും എടുത്ത സമയം എല്ലാം അതിനറിയാമെങ്കിൽ, ഒരു കുഞ്ഞു ബാറ്ററിയുടെ പരിപാടിക്ക് ഇത്ര നടക്കുമെങ്കിൽ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്ത ദൈവമക്കളെ, ഓ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിരിക്കുന്നു, എപ്പോഴും നീ എന്നോട് കൂടെ ഉണ്ട്. ദൈവമക്കളെ, ഈ വാഗ്ദത്തം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആ വാഗ്ദത്തത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം, വിജയിപ്പിക്കണം ക്രിസ്തീയ ജീവിതം. പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ പോകരുത്. 3-ാം ദിവസമായി നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കണം. നമ്മളെ വീഴിക്കുന്ന കുറച്ച് വെല്ലുവിളികളുണ്ട്. 4-ാമത്തെ ദിവസം കർത്താവ് അനുവദിച്ചാൽ ഈ കാലം ഇവിടെ തീരുക. അത് പറയാതെ പോകത്തില്ല. ഞാൻ എന്നെ ഏൽപ്പിച്ച ഏറ്റവും വലിയ വിഷയമാണ്. സംഗതി ഇവിടെ തീരാൻ പോകുക. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കണ്ടോ? ആരേത് കണ്ടോ? ഇതൊക്കെ അതിൻ്റെ അവസാനമാണ്. അമേരിക്കയ്ക്ക് പോലും കൊടുക്കാത്ത ടെക്നോളജി ഇന്ത്യക്ക് ഇസ്രായേൽ കൊടുത്തു. അമേരിക്ക അവരുടെ മാനസിക പുത്രിയ കൊടുത്തിട്ടില്ല, ഇന്ത്യക്ക് കൊടുത്തു. സ്തോത്രം. തീവ്രവാദികൾ ഇനിയും ചാടി കയറത്തില്ല. കാശ്മീർ വഴി ഇനിയും കയറിയല്ലേ? കയറിയ വിവരം അറിയും. സാധനം കൊടുത്തു. ലേസർ വാൾ, ലേസർ റേ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതിനിടെ ചാടി കയറി അവൻ തെറിച്ച് അപ്പുറത്ത് പോകും. പ്രൈസ് ദി ലോർഡ്. ലേസർ വാൾ ഇന്ത്യക്ക് കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യ ഇസ്രായേൽ ബന്ധം വളരെ രൂഢമൂലമാകുന്നു. സോവിയറ്റ് റഷ്യ ഒരു ഡിക്ലറേഷൻ നടത്തി. നമുക്ക് നാളെ കഴിഞ്ഞ് ചിന്തിക്കാം. ഇതെല്ലാം വിളിച്ചു പറയുന്നത് അതിനെല്ലാം തൊട്ടു മുമ്പേ മണവാട്ടിയെ സ്വീകരിക്കാൻ സ്വർഗം മണവാളനെ ഇങ്ങോട്ട് അയക്കുക. 10,000-ങ്ങളിൽ സുന്ദരൻ ദാ വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. കാന്തയെ സ്വീകരിക്കാൻ. ഈ കാന്ത ഒരുങ്ങി. ഏത് കാന്തയാ ഒരുങ്ങാത്തത്? കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഏതെങ്കിലും പെങ്കൊച്ച് കിടന്നുറങ്ങും, അവൾ തലേദിവസം ഉറങ്ങുകയല്ല. അല്ലേ? കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഉറങ്ങുന്ന പെൺപിള്ളേരുണ്ടോ? നമ്മുടെ ആത്മീയ വിവാഹം നടക്കാൻ പോവാ. ഉറങ്ങരുത്, ബലപ്പെടാം, ശക്തിപ്പെടാം. കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം.